നമസ്തേ. ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളം ഭയന്ന് വിറയ്ക്കുകയാണ്. ഒരു മുൻ ജില്ലാ ജഡ്ജിയുടെ അടക്കം 977 പേരുടെ തല കൊയ്യാൻ ഒരു ഭീകര സംഘടന ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കൊടും ഭീകരതയെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ചർച്ച നയിക്കുന്ന ഞാനും ഈ ചർച്ചയിലെ പാനലിസ്റ്റുകളും വരെ ഭയക്കേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് മുദ്രവച്ച കവറിൽ NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു സായുധ വിപ്ലവം പോലെ മതരാഷ്ട്രവാദത്തിന് എതിര് നിൽക്കുന്ന പ്രത്യയശാസ്ത്ര എതിരാളികളുടെ തല കൊയ്യുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതി. SDPIയിലൂടെ രാഷ്ട്രീയ അധികാരം കൈയാളി 2047 ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കൽ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തികൾ, മുൻ ജില്ലാ ജഡ്ജി മുതൽ ഹൈന്ദവ സംഘടനകളുടെ തലപ്പത്തുള്ളവർ, സാമൂഹ്യ നിരീക്ഷകർ, വ്യക്തികൾ എല്ലാവരും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചല്ലോ, ഇനി ഈ ഹിറ്റ് ലിസ്റ്റിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരോട് മുൻനിര നേതാക്കൾ മാത്രമേ അകത്തായിട്ടുള്ളൂ. രണ്ടാം നിരയും മൂന്നാം നിരയും സ്ലീപ്പർ സെല്ലുകളുമെല്ലാം സജീവം. തരാതരം പോലെ ഈ ശക്തികളെ കൂടെ നിർത്തുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. ഈ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇനിയും എത്ര പേർ? കേരളം എങ്ങോട്ടാണ് പോകുന്നത്? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം എന്താകുമായിരുന്നു? ചോദ്യങ്ങൾ അനവധിയാണ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി PR ശിവശങ്കർ, സാമൂഹിക നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി ആദ്യം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പലരെയും ബന്ധപ്പെട്ടു ഈ ചർച്ചയിലൊന്ന് പങ്കെടുക്കാൻ. പക്ഷേ വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടിനെ, SDPIയെ തള്ളിപ്പറയേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നോ CPMൽ നിന്നോ ഒരാൾ പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നത് പ്രേക്ഷകരെ സവിനയം അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ അതിഥിയായി പങ്കെടുക്കുന്നത് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈനാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഒരു പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഹിറ്റ് ലിസ്റ്റിൽ 977 പേരുണ്ട് എന്ന് പറയുമ്പോൾ ഹൈന്ദവ സംഘടനകളുടെ തലപ്പത്തുള്ളവർ മാത്രമല്ല, മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടി എന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക്, ഈ ഇസ്ലാമിക രാഷ്ട്രത്തിന് ഒത്താശ ചെയ്തു കൊടുക്കാത്തവരെയെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തല കൊയ്യുമെന്ന കൃത്യമായ സന്ദേശം നൽകുകയല്ലേ പോപ്പുലർ ഫ്രണ്ട് ചെയ്തത്? ഹിറ്റ് ലിസ്റ്റിലുള്ള ആളോട് തന്നെ ഇത് ചോദിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ് എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഞെട്ടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വാർത്ത ഇവിടെ പുറത്തു വന്നിട്ട് ആരും ഞെട്ടുന്നത് കാണുന്നില്ല. ഇതൊരു പ്രൈം ടൈം ചർച്ചയാവുന്നത് കാണുന്നില്ല. ഇതിന്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ ഇതേ കൂട്ടം ആളുകളുടെ വോട്ട് അവരുടെ ആ ഒരു ആശീർവാദത്തോടു കൂടി ഇലക്ഷനിൽ വരെ ജയിച്ചു കയറുന്ന അവസ്ഥ ഉണ്ടായിട്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റപ്പെടുത്തലായിട്ടോ ഇതൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ ഒരു പരുവപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. ആ പരുവപ്പെടൽ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന സംഗതി, നമ്മൾ അങ്ങനെ തന്നെ പറയണം ഇതിനൊക്കെ. ഇത് ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് അവരുടെ മിഷൻ 2047 ഡോക്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റു വാക്കുകളൊന്നുമില്ല, ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ആളുകൾ ഇതിനൊക്കെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്താറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. ഇത് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഇസ്ലാമിക ഭീകരത, അതിന്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനം, അതിനു വേണ്ടിയിട്ട് നടത്തുന്ന പ്രവൃത്തികൾ, അതിൽ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ തന്നെ അധ്യാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഇത് മതത്തിന് കുഴപ്പമൊന്നുമില്ല, ചില ആളുകളുടെ പ്രശ്നമാണ് എന്ന് വരെ പറയാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയണം ഇത് പ്രശ്നം എന്താണ് എന്നുള്ളത്. ഇനി എന്നിട്ടും മനസ്സിലാവാത്ത ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതുപോലെ സംഭവിച്ചതിന് പകരം സപ്പോസ് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കുറെ ആളുകളെ കൊല്ലണം എന്നതിന്റെ പേരിൽ ഒരു ലിസ്റ്റ് പുറത്തു വന്നത് RSSന്റെ ആണ് എന്ന് വിചാരിക്കുക. അവരുടെ ലക്ഷ്യം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നതായിരുന്നു എന്നും വിചാരിക്കുക. എന്തായിരിക്കും ഇവിടുത്തെ ചർച്ച എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി.
അപ്പോൾ അത് ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, അതൊരു വലിയ വിഷയമാക്കി വർത്തമാനം പറയാൻ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നേരെ തിരിച്ച് ആ സ്ഥാനത്തെല്ലാം തന്നെ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയാവുമ്പോൾ അത് ആർക്കും ഒരു പ്രശ്നമില്ല. അതിന് അവർ പറയുന്ന ഒരു വളരെ വിചിത്രമായ ന്യായം എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷമാണ് എന്നുള്ള ഒരു ന്യായമാണ് പറയുന്നത്. ലോകമെമ്പാടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്ന കാര്യമാണ് ഇന്ത്യയിലും ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നത്. ഇത് ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കലും ആളുകളെ തട്ടലും എല്ലാം ഈ ആഗോളതലത്തിൽ മുഹമ്മദ് നബി മുതൽ ചെയ്ത് തുടങ്ങിയ കാര്യമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ ഹിറ്റ് ലിസ്റ്റ് മുഹമ്മദ് നബി ഉണ്ടാക്കിയതും ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആളുകളുടെ എണ്ണം മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി രണ്ടും ഒരേ സാധനം തന്നെയാണെന്നുള്ളതാണ് പറയാം. മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണ് 10 പേരുടെ പേരാണ് അതിനകത്തുണ്ടായിരുന്നത്. കാരണം ബാക്കിയുള്ളവരെ മുഴുവൻ ഒന്നുകിൽ കൊന്നു തീർത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ പേര് അവിടെ പിടിച്ച് അടിമകളാക്കിയിട്ടുണ്ടായിരുന്നു, കുറെ പേരെ മതവും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരുടെ പേര് മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. അതാണ് ഈ 10 പേര്. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ലിസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് 977 എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പേര് ജീവൻ പോയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ഇതിൽ ഇനി ഉൾക്കൊള്ളാനിരിക്കുന്ന ആളുകൾ എത്ര ഉണ്ട് എന്നുള്ളതും സംബന്ധിച്ച് ഇപ്പം എന്നെയൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുകയാണ് ആരിഫിന്റെ പേരുണ്ടോ എന്നുള്ളത്. നമ്മളിത് ഒരുമാതിരി 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ ലിസ്റ്റിൽ പേരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മാതിരിയാണ്. ആളുകൾക്ക് വളരെ വലിയ ആകാംക്ഷയാണ്. അപ്പൊ ഞാൻ പറയുന്നത് സമൂഹം ഇതിനകത്തൊരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഇവിടെ വലിയ തോതിൽ കുഴപ്പമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക തീവ്രവാദം. അതിന്റെ ചിത്രമാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് അതിലൊരു കണ്ണിയാണെന്നുള്ളത് വീണ്ടും തെളിയാണ്. ഇനിയെങ്കിലും നമ്മളെ കണ്ണ് തുറക്കണം, ഇല്ലെങ്കിൽ നാട് കുട്ടിച്ചോറാകും. ഇസ്ലാമിക തീവ്രവാദം ഇവിടെ വേരോടും എന്ന് തന്നെയാണ്. ബി.ജെ.പിയുടെ പ്രതിനിധി PR ശിവശങ്കറിലേക്ക് പോകുന്നത്. ശ്രീ PR ശിവശങ്കർ, RSSും BJPയുമാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത്. അതായത് 2047 ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിടുന്നു എന്നുള്ള കാര്യത്തിൻ്റെ വലിയ പ്രചാരകരായി നിൽക്കുന്നത് BJPയും RSSുമാണ്. അല്ലാതെ അത്തരത്തിൽ ഒരു നീക്കവും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹിറ്റ് ലിസ്റ്റ്, അതിൽ 799 പേരുണ്ട്. ഇതിൽ ഹൈന്ദവ സംഘടന നേതാക്കൾ മാത്രമല്ല, മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവർ ആരെയൊക്കെയാണ് ഇവരുടെ മാർഗത്തിന് തടസ്സമായി നിൽക്കുന്നത്? അവരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തുന്ന അങ്ങേയറ്റം ആപൽക്കരമായ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രവർത്തിച്ചത്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നം ഇല്ലാതാകുന്നുണ്ട്. ഇത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയല്ലേ കേരളത്തിൻ്റെ ഒരു സജീവമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ഇനിമ ഈ PFIയുടെ ഹിറ്റ് ലിസ്റ്റും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഉടനീളം നടക്കുന്ന ഇത്തരത്തിലുള്ള സ്ലീപ്പിംഗ് സെല്ലിന്റെ ആക്രമണവും ഇന്ന് കേരളത്തിൽ പുതിയതായിട്ടല്ല, സത്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ NIA നൽകിയിട്ടുള്ള ഈ ഹിറ്റ് ലിസ്റ്റിന്റെ കണക്കുകളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നേരത്തെ ജനൻ ടിവിയിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ, ഇത് PFI ഒന്നും ഇതിന്റെ ഭാഗമല്ല എന്നും ഇത്തരത്തിൽ വെറും BJP RSSന്റെ വെറും ഒരു പ്രചരണം മാത്രമാണെന്നുമുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാധ്യമ സൃഷ്ടി, ഇത് തികച്ചും തെറ്റാണെന്ന് പറയുവാനായിട്ട് CPMന്റെ കാലാകാലങ്ങളായിട്ടുള്ള പ്രകടനം തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ CPMന്റെ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. PDPക്കും NDFനും അന്നത്തെ ISIക്കും ISIയുടെ പിന്തുണ ഉണ്ടായിരുന്നു. 1999 ഏപ്രിൽ 5-ാം തീയതി, കൃത്യമായിട്ട് പറഞ്ഞ് ഏപ്രിൽ 5-ാം തീയതി ചെർപ്പളശ്ശേരിയിൽ, പാലക്കാടുള്ള ചെർപ്പളശ്ശേരിയിൽ CPMന്റെ ഏരിയ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അന്നത്തെ PDPക്കും NDFനും അതിന്റെ ഭാഗമായിട്ടുള്ള PFIക്കും എല്ലാം ISIയുമായിട്ട് പണം മേടിച്ചുകൊണ്ട് ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ചാർജും കൂടിയുള്ള മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് BJPയുടെ മാത്രം ആരോപണമല്ല. വർഷങ്ങളായി CPMന്റെ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും നമുക്കറിയാം, കാലാകാലങ്ങളായി ഇവിടെ ചില വർഗീയവാദികൾ ഇത് കേരളത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള മതമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം ഇല്ലാതെ അവരുടെ ജനങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ട്, അവരുടെ മതത്തിലുള്ളവരുടെ എണ്ണം കൂട്ടിക്കൊണ്ടും എല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമെന്ന് പച്ചയായി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ അല്ലെങ്കിൽ കേസുകളെ അല്ലെങ്കിൽ ഇത്തരം
ഒരു ഒരു ഇവിടുത്തെ മതവർഗീയ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളെ അത് വെറും RSSന്റെയോ BJPയുടെയോ അല്ലെങ്കിൽ ജനൻ TVയുടെയോ മാധ്യമവൽക്കരണം അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യമല്ല, മറിച്ച് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിമാരും നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ മറ്റൊരു വേർഷൻ AK ആന്റണിയും പറഞ്ഞിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഒരു കാലാകാലങ്ങളായി, 1999 മുതൽ EK നായനാരൊക്കെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാലം തൊട്ട് ഇത് നടക്കുന്നു. ISI പോലുള്ള പാക് തീവ്രവാദ സംഘടനകൾ വർഷങ്ങളായി ഇവിടത്തെ സ്ലീപ്പിംഗ് സെല്ലുകളെയും PFIയെയും PDP പല കാലങ്ങളിൽ പല പാർട്ടികളാണ്. ഇപ്പോൾ ഒന്ന് നിരോധിച്ചാൽ മറ്റൊന്ന് വരും, അല്ലെങ്കിൽ നിരോധിച്ച നേതാക്കൾ മാത്രമല്ല അവരുടെ പുറകിലുള്ള സ്ലീപ്പിംഗ് സെല്ലടക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇനി വരാനുള്ള ഗുരുമൂർത്തി അല്ലെങ്കിൽ ആരിഫിനൊക്കെ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാനുണ്ടാവും. ഇത് ഒരു ഭാഗം. മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കൂ, ഈ സംസ്ഥാനത്ത് ഇതെല്ലാം നിയന്ത്രിക്കേണ്ട പോലീസ് എത്രത്തോളം വളരെ നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങളെ നേരിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത് നടന്ന ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമുക്കറിയാം, ഈ പെരിയാർ വാലി ഈ ആലുവ, എന്റെയൊക്കെ വീടിന്റെ അടുത്താണ്, ആലുവയിലാണ് ഈ പെരിയാർ വാലി സംഭവം. ഇതത്ര വാഗമൺ പോലെ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല. ഇത് ആലുവ ടൗണിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള വളരെ ജനസാന്ദ്രതയുള്ള UDFനും LDFന്റെ ഒക്കെ കൗൺസിലർമാർ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള വലിയ ക്യാമ്പുകൾ നടന്നിട്ട്, ആയുധ പരിശീലനങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ LDFും UDFും അറിയാഞ്ഞത്, അല്ലെങ്കിൽ അത് പോലീസ് അറിയാഞ്ഞത്, എന്തുകൊണ്ട് പോലീസ് പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോഴാണ് പോലീസിൽ തന്നെ ഇത്തരത്തിലുള്ള പച്ച വെളിച്ചം എന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളായി വിളിച്ചിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. ഇതും പുതിയ കാര്യമല്ല. ഇപ്പോ ഇതൊന്നും കേരളത്തിലെ RSSോ RSSന്റെ സുദർശൻജിയോ ഹരീഷൻജിയോ ഒന്നും പറയുന്ന കാര്യങ്ങളല്ല. ഇത് BJPയുടെ നേതാവായ മുൻ പ്രസിഡന്റ് സുരേന്ദ്രനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ പറഞ്ഞ കാര്യങ്ങളല്ല. നമുക്കറിയാം, 2017 കാലഘട്ടങ്ങളിൽ സംസ്ഥാനം 2012 ADGP ഹേമചന്ദ്രൻ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 200 ഒരുപക്ഷെ നീലിമയൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടാവും, 252 പേരുകളുള്ള ഒരു ലിസ്റ്റ് കേരളത്തിലെ തീവ്രവാദികളും അല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി സാമ്പത്തികമായി പണം സ്വരൂപിക്കുന്ന ആളുകൾ എന്ന രീതിയിലുള്ള ആളുകളുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാർ പോലീസിന്റെ ആസ്ഥാനത്ത് നിന്ന് ഇവരുടെ ഇമെയിലുകളും ഇവരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളും ചെക്ക് ചെയ്യാനായിട്ട് വെക്കുന്നു. അടുത്ത ദിവസം തന്നെ ഇവരുടെ ലിസ്റ്റ് മാധ്യമത്തിൽ വരുന്നു. മുസ്ലിങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് ഇത് കേരളത്തിലെ പോലീസ് ശ്രമിക്കുന്നു, സംഘി പോലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വന്നു. എങ്ങനെയാണ് ഇത് ചോർന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്റെ ചരിത്രം പറയാം, അപ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 2 മിനിറ്റ് കൂടെ തരണം. ഈ വിഷയം പോലീസ് അന്വേഷിച്ചു, ADGP ഹേമചന്ദ്രൻ അന്വേഷിച്ചിട്ട് അവിടുത്തെ SI ആയിരുന്ന അബു സലീം എന്ന് പറയുന്ന ബൈജു സലീം, അദ്ദേഹത്തെ സസ്പെൻഡ് ബൈജു സലീമിനെ സസ്പെൻഡ് ചെയ്യാൻ ഡിസ്മിസ് ചെയ്തു. ഇദ്ദേഹം കോടതിയിൽ പോയി. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ തിരുവനന്തപുരത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കുറ്റപത്രം നൽകിയിട്ട്, അന്വേഷണ വിധേയമായിട്ടല്ല, കുറ്റപത്രം നൽകി അംഗീകരിച്ച കുറ്റപത്രം പിൻവലിച്ചുകൊണ്ട്, പ്രോസിക്യൂഷനെ പിൻവലിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തു. ഇദ്ദേഹം ഇന്ന് പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ കേരളത്തിൽ 90 എന്തിനാണ് ഇവരെ സൃഷ്ടിക്കുന്നത്? സംസ്ഥാനത്തെ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് BJP RSS പ്രവർത്തകർ എവിടെയൊക്കെ ഉണ്ട്, അവരുടെ വീട് എവിടെയാണ് വാതിൽ, എങ്ങനെ കയറി, എങ്ങനെ കൊന്ന്, എങ്ങനെ പുറത്തിറക്കാമെന്ന് പോലീസിന്റെ ലിസ്റ്റ് ഇന്ന് സംസ്ഥാനത്ത് ISI കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള PFI കേന്ദ്രങ്ങളിലേക്കും അത്തരത്തിൽ വിപുലമായ ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതും എതിരാളികളെ വകവരുത്തിയതും എല്ലാം നമ്മുടെ മുന്നിൽ കൺമുന്നിൽ ഇന്നലെ നടന്നതുപോലെ ഈ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ുണ്ട്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഓഫീസർ ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ പഴകി പറഞ്ഞ് പോയ ഒരു വാക്കാണ് ഈ പച്ച വെളിച്ചം എന്നുള്ളത്. ഈ പച്ച വെളിച്ചം എങ്ങനെയാണ് സംസ്ഥാന പോലീസ് സേനയിൽ പിടിമുറുക്കിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇപ്പോൾ ശ്രീ PR ശിവശങ്കർ നൽകുകയുണ്ടായി. താങ്കളുടെ അനുഭവത്തിൽ, താങ്കൾ സർവീസിൽ ഉണ്ടായിരിക്കുന്ന സമയത്തും ഈ പച്ച വെളിച്ചം പോലീസ് സേനയിൽ വളരെ സജീവമാണ്. എങ്ങനെയാണ് ഈ പുതിയ റിപ്പോർട്ടിനെ, പുതിയ സംഭവവികാസങ്ങളെ അങ്ങ് കാണുന്നത്? ശ്രീ ജോർജ് ജോസഫ്. ഇത് വളരെ സീരിയസ് ആയ ഒരു മാറ്ററാണ്. അന്ന് പോലെ നമുക്കത് അറിയാം. പക്ഷേ ഇപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തോട്ട് വരുന്നത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം
ജാമ്യം കിട്ടാൻ വേണ്ടി അവർ നീങ്ങിയപ്പോൾ അതിശക്തമായിട്ട് NIA അതിനെ എതിർത്തു. അപ്പോഴാണ് നേരത്തെയൊക്കെ അന്തരീക്ഷത്തിൽ ഇരുന്ന ചില കാര്യങ്ങളുടെ കോൺക്രീറ്റ് ആയ എവിഡൻസ് കോടതിയിലെ NIA ഹാജരാക്കുന്നത്. കോടതിയിലെ NIA പറഞ്ഞു ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല, ഇവർക്ക് 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവര്. അത് കോടതിക്ക് അത് മനസ്സിലായി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവര് ഈ കേസിലൊരു പ്രതിയായിരുന്ന ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയായിരുന്ന ഒരാള് അയാളുടെ പേഴ്സിനകത്ത് 5 പേരെ കൊല്ലാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളുടെ പേഴ്സിനകത്തായിരുന്നു ആ 5 പേരെ ലിസ്റ്റ് ഇരുന്നത്. അത് കോടതിയിൽ ഇപ്പം വെളിപ്പെടുത്തി കോടതിയിൽ അത് ഹാജരാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മള് ഇത് പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചർച്ചയൊക്കെ ചാനലിൽ മറത്തുവാരെങ്കിലും യഥാർത്ഥത്തില് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതികളായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത വളരെ വൈറ്റലായ ആ എവിഡൻസ് ആണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം അതിനകത്ത് ഈ സിറാജുദ്ദീൻ എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് 240 പേരുടെ ലിസ്റ്റാണ് ലിസ്റ്റ്. അബ്ദുൾ മഹാബിന്റെ കയ്യിൽ നിന്നാണ് ഈ 5 പേര് ഇതിനകത്ത് വന്നത്. അപ്പൊ അതിനകത്ത് എറണാകുളത്തെ ആലുവയിലുള്ള ഒരു റിട്ടയർഡ് ജഡ്ജിന്റെ പേരൂടെ ഉണ്ട് ഈ ലിസ്റ്റില്. കാരണം കോടതി എന്ത് വിളിച്ചു, കോടതിയിലെ ഒരാളെ ശിക്ഷിക്കുന്നതും ജീവനും തടവിനും തൂക്കാൻ വിധിക്കാൻ ഈ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കോടതിയിൽ ആ ആൾക്കാരെ അതിന് ലിസ്റ്റിൽപ്പെടുത്തുന്ന ഒരിക്കലും നമുക്ക് അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? അങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത്? കോടതി എന്ന് പറയുന്നത് വാദിക്കും പ്രതിക്കും അവിടെ പറയാനുള്ള അവസരവും ഈ 2 കൂട്ടരെയും കാര്യങ്ങൾ കോടതി ബോധ്യപ്പെടുത്തി അതിൽ നിന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോടതിയുടെ മുമ്പിലാണ് ഇപ്പോൾ NIA ഈ 240 പേരെ സിറാജിന്റെ കയ്യിൽ നിന്ന് കിട്ടി, അബ്ദുൾ വഹാബിന്റെ കയ്യിൽ നിന്ന് 5 പേരെ കിട്ടി, ആയുവിന്റെ കയ്യിൽ നിന്ന് 500 പേരുടെ ലിസ്റ്റ് കിട്ടി. ഇതൊക്കെ അവരുടെ വീട്ടിലേക്കോ അവരുടെ കൈവശത്ത് ഇരുന്നതെന്നാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ മുഹമ്മദ് സാദിഖ് എന്ന് പറഞ്ഞ ആളുടെ 232 പേരുടെ ലിസ്റ്റാണ്. കേരളത്തിൽ കൊന്നൊടുക്കേണ്ട ഹിറ്റ് ലിസ്റ്റ് അങ്ങനെ 977 പേരുടെയാണ്. അപ്പൊ അത് തന്നെയല്ല, കേരളത്തിലെ നേരത്തെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞ പോലെ ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഉണ്ടായിരുന്നു. അവിടെ ആയുധ പരിശീലനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് പിന്നെ NIA അത് തീവ്രവാദ സ്വത്തായിട്ട് ഇപ്പം അത് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇനിയപ്പോ അത് പോപ്പുലർ ഫ്രണ്ടിന് അവകാശപ്പെടാൻ പറ്റും. തീവ്രവാദ സ്വത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപകര് മലയാളികളാണ്. അത് നമ്മൾ ആലോചിച്ചോണം. എരപ്പുങ്കൽ അബൂബക്കർ മുസ്ലിയാരാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ സ്ഥാപിച്ചത്. അത് ദക്ഷിണേന്ത്യയിലാണ് കൂടുതൽ അത് വ്യാപിച്ചതും കൂടുതലും അതിന്റെ നേതാക്കന്മാരെല്ലാം മലയാളികളാണ്. അതിനകത്ത് ചെയർമാൻ OMA സലാമുണ്ട്, ജനറൽ സെക്രട്ടറി അനീസ് അഹമ്മദ് ഉണ്ട്, അതുപോലെ തന്നെ വൈസ് ചെയർമാൻമാരായ 3 പേര് EM അബ്ദുൾ റഹ്മാന്, നസറുദ്ദീൻ ഇളവരം, അഷ്റഫ് മൗലവി. അവരൊക്കെ എല്ലാവരും മലയാളികളാണെന്ന് വിചാരിച്ചോണം. അത് തന്നെ ഇന്ത്യയിലെ പല സ്ഥലത്തും ഈ NIA പറയുമ്പോൾ നമുക്ക് വലിയ അതിശയോക്തി. പച്ചവെളിച്ചത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ അതുമായിട്ട് അങ്ങനെ പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ പല മുസ്ലിമുകളും നമുക്കറിയാം. അവരൊക്കെ നമ്മുടെ രാജ്യത്തിനോട് ചേർന്ന് അവർ പോകുന്നവരാണ്. അവരുടെ വിദ്യാഭ്യാസമായാലും ശരി, അവരുടെ മഹല്ലുകളായാലും ശരി, അവരുടെ പള്ളികളാണെങ്കിലും ശരി, അങ്ങനെയാണ്. ഒരു ചെറിയ വിഭാഗം ആൾക്കാരാണ് രാജ്യദ്രോഹപരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മലയാളികളാണ്. അത് തന്നെയല്ല, 2047 ഇന്ത്യ 100 വർഷം തികയുന്ന സമയത്ത് ഇതൊരു ഇസ്ലാമിക് രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്രവർത്തനം. ഇതൊക്കെ ഇന്ത്യയിലെ മുസ്ലിംസും അംഗീകരിക്കത്തില്ല, മറ്റ് അന്യ ജാതിക്കാരും അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ. ഇവരെ ആരാണ് ഇങ്ങനെ തിരിച്ചു വിടുന്നത് ഇന്ത്യയിൽ? അതൊന്നും ഇന്ത്യയിൽ വിലപ്പോകത്തില്ല. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്റഗ്രിറ്റിക്കും എതിരായിട്ട് സംസാരിക്കുന്നവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഏത് ഗവൺമെന്റ് വന്നാലും ശരി ഇന്ത്യയിൽ അത് ഉണ്ടാവും. അതൊക്കെ ചിന്തിക്കാതെ എടുത്തുചാടി ഇതുപോലെയുള്ള തീരുമാനങ്ങളും ആൾക്കാരെ കൊന്നൊടുക്കാനും, ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ ശ്രീനിവാസന് അവിടെ BJPയിലെ ഒരു പ്രവർത്തകനാണ്, RSS പെട്ട വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത്, ശാന്തനാണ്, ബിസിനസ്സുകാരനാണ്, നല്ല പ്രായമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ
ആൾക്കാരെ വകവരുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊല്ലുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ ലീഡർഷിപ്പിലുള്ളവർ തീർച്ചയായിട്ടും ഇതിനൊക്കെ പിന്മാറിയിട്ട് പൊതുധാര മുസ്ലിംസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഏത് മത അതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോകുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസൻ കേസ് വന്നു, പാലക്കാട്ട് ശ്രീനിവാസന്റെ കേസ് വന്നു, സംജിത്ത് വധക്കേസ് വന്നു. ഇതൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായി ഇവിടെ ഈ ഭീകര സംഘടന എന്താണ് എന്ന് ഇവിടുത്തെ അന്വേഷണ സംവിധാനത്തിനൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്കും വളരെ കൃത്യമായി അറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. ബഹുമുഖ വേഷത്തിൽ വളരെ ആക്റ്റീവാണ് ഈ സംഘടന ഇപ്പോഴും എന്നതിൽ ഒരു തർക്കവുമില്ലല്ലോ. ഈ നേരത്തെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ 1000-ഓളം പേരെ കൊന്നൊടുക്കുമായിരുന്നു എന്നുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ 5 പേരിൽ നിന്ന് മാത്രമാണ് ഈ 977 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അറിയപ്പെടാത്ത എണ്ണം എത്രയോ വലുതായിരിക്കും. അത് അങ്ങേയറ്റം ഭയാനകമല്ലേ ആ ഒരു അവസ്ഥ? തീർച്ചയായിട്ടും അത് തന്നെയാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്രസക്തമാണെന്നുള്ളതാണ്. കാരണം ഈ ലക്ഷ്യം എന്താണ്? ഇത് നമ്മൾ പറയുമ്പോൾ ഇവിടെ മതം വരേണ്ടി വരും. അത് എന്താ പറയാ, ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ വരുന്നതെന്നുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വേള ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നതിനേക്കാളും ഇനി നമ്മൾ പറയേണ്ടത് എക്സ് ജിഹാദി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മളൊക്കെ ആ ലെവലിൽ വരെ പോയി നിന്ന് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന ആളുകളാവുമ്പോൾ ഇനി അങ്ങനെ പറഞ്ഞാലേ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്നാണ്. കാരണം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദ് എന്താണ്? ആ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് എവിടുന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത്? ആ ഇൻസ്ട്രക്ഷൻ വരുന്നത് ഖുറാനിൽ നിന്നാണ്. ഇത് മതത്തിന്റെ തന്നെ ഇൻസ്ട്രക്ഷനാണ്. ഇപ്പൊ പാലസ്റ്റൈൻ ഇസ്രായേൽ വിഷയം അത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹമാസിന്റെ ചാർട്ടറിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് ഈ വിഷയം അത് നമുക്ക് ചർച്ചകളിലൂടെ സമാധാന സന്ധി സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. അത് ഒരു സമയം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇതിന്റെ യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ജിഹാദാണ് എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയാം? ഇതറിയാതെയാണ് ഇവിടെയുള്ള പല ഇടതുപക്ഷത്തിന്റെ ആളുകളും തലയിലൂടെ മറ്റേ കള്ളിയുള്ള മുണ്ട് വിട്ടിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നത്. എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ ചെയ്യുന്നത് സത്യത്തിൽ ഈ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയും, ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് വരേക്കും നിങ്ങൾ ജിഹാദ് ചെയ്യുക, യുദ്ധം ചെയ്യുക. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളത്. അത് ഇന്ത്യ എന്നുള്ളത് കൊണ്ടല്ല, ആ പ്രദേശം ഇപ്പൊ അവർ പറയുന്നത് ഇന്ത്യ ആണെന്ന് മാത്രം. അത് കഴിയുമ്പോൾ US-നെ കുറിച്ച് പറയും. ഇപ്പോൾ നമ്മൾ US-ൽ ഒരു മേയർ ന്യൂയോർക്കിൽ അവിടെ ഇലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. കാരണം അവർ ആഘോഷിക്കുന്നത് എന്താണ്? കണ്ടില്ലേ, ഒരു മുസ്ലിം മേയർ വരുന്നു എന്നാണ് അതിനെ അവർ ആഘോഷിക്കുന്നത്. അപ്പൊ മുസ്ലിം മേയർ വരിക എന്ന് പറയുമ്പോൾ അവരതിനെ കാണുന്നത് അതൊരു ഇസ്ലാമിന്റെ ഒരു ബാഡ്ജിങ് അവിടെ വരുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ലണ്ടനിൽ ഒരു മേയർ വന്നപ്പോൾ അതിനെയും ഇതേപോലെ ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് പറയുമ്പോൾ ഓരോ രാഷ്ട്രത്തിലും ഓരോ പഞ്ചായത്തിലും ഇത് സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാരണം മതം തന്നെയാണ്. ആ മതത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ വിഷയത്തെ നമ്മൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഇത് ജിഹാദാണ് പ്രശ്നം, ഇത് മതഭീകരതയാണ്, അത് ഇസ്ലാമിക ഭീകരതയാണ്, അതിന്റെ വക്താക്കളാണ് ഈ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ധരിക്കുക ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ കുറച്ച് ആളുകളുടെ പേര് കിട്ടി അതോടുകൂടി തീർന്നു എന്നുള്ളൊരു രീതി, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ അതോടുകൂടി എല്ലാം ശരിയായി എന്നുള്ളൊരു ധാരണ, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇത് ലിസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് ആളുകൾ അവിടെ പുറത്തുണ്ട്. അവരുടെ എല്ലാവരുടെയും പോക്കറ്റിൽ ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാവും. ഇനി ലിസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കാഫിർ ആണെങ്കിൽ കൊല്ലപ്പെടേണ്ടവനാണ്. അത് ഒന്നുകിൽ മതം മാറുക, അതല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുക, അതുമല്ല എന്നുണ്ടെങ്കിൽ ദിമ്മികളായിട്ട് ജീവിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഖുറാനിലെ സൂക്തം തന്നെയാണ് ഞാൻ പറയുന്നത്. ഖുറാനിലെ 9 അതിനകത്ത് സൂക്തം 29, സൂറത്ത് 9 29ാമത്തെ സൂക്തം. ഇതാണ് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. ഇത് പോപ്പുലർ ഫ്രണ്ട് ആദ്യമായിട്ടല്ല കൃത്യമായിട്ട് ഖുറാൻ നടപ്പിലാക്കുന്നത്. ജോസഫ് മാഷ് കൈവെട്ടിയത് 5:33 വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെയും മുഹമ്മദ് നബീനെയും ഇതുപോലെ എതിരായിട്ട് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ ആ
ഇൻസ്ട്രക്ഷൻ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടുക എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജോസഫ് മാഷ വലത് കൈയും വെട്ടി, ഇടത്തെ കാലും വെട്ടി. ഇതാണ് നമ്മൾ കണ്ടത്. അതിൽ മദ്രസയിൽ ഇരുന്ന് ഉറങ്ങി ഒരുത്തനുണ്ടായിരുന്നു, അവനാണ് മറ്റേ കൈക്കും വെട്ടിയത്. അവനോട് പറയുന്നത് മാഷ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആ കൈ വെട്ടരുത് എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പറയുമ്പോൾ ഇതെല്ലാം മതം തന്നെയാണ്. ഈ മതത്തിൽ എഴുതി വെച്ച കാര്യം എന്താണ്? ഇത് നമ്മളെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഇത് അറിയില്ല. പക്ഷെ ആ മുസ്ലിങ്ങളെയും കൂടി ഈ പറയുന്ന തീവ്രവാദികളെ പിന്താങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടെത്തിക്കുമ്പോൾ സത്യത്തിൽ ആരാണ് പോപ്പുലർ ഫ്രണ്ട്, ആരാണ് പോപ്പുലർ ഫ്രണ്ടിനെ പിന്താങ്ങുന്നവർ എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വ്യതിരിക്തത കൊണ്ടുവരാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവരെല്ലാവരെയും ഒരൊറ്റ അച്ചിൽ വാർത്ത ആളുകളാണെന്ന് തോന്നിപ്പിക്കുമാറ് ഈ പറയുന്ന മുസ്ലിങ്ങളെ മുഴുവൻ കൊലക്കി കൊടുക്കുന്ന ഒരു പണിയും കൂടിയാണ് ഇവിടുത്തെ പൊതു രാഷ്ട്രീയം കൊണ്ടുവെക്കുന്നത്, പൊതുമാധ്യമങ്ങളും കൊണ്ടുവെക്കുന്നത്. അത് നമ്മൾ തിരുത്തണം. ഇവിടെ കൃത്യമായിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കണം. ആദ്യം നമ്മൾ ഇതിനകത്ത് ഉത്ബുദ്ധരാക്കേണ്ടത് മുസ്ലിങ്ങളെയും കൂടിയാണ്. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത് ഇസ്ലാമിക ഭീകരതയാണ്, ഇസ്ലാമിൽ അധ്യാപനങ്ങളാണ്. അത് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നാൽ, നിങ്ങളുടെ പിന്തുണ അവർക്ക് ഉണ്ട് എന്നുള്ളത് അവിടെ കുറഞ്ഞു വന്നാൽ അവിടെ തന്നെ ഇതിന്റെ തിരുത്തൽ തുടങ്ങും എന്നും കൂടിയാണ് ഈ പറയുന്നത്. കാരണം ഈ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ നമ്മളെ സിറിയയിലേക്ക് അഫ്ഗാനിലേക്കൊക്കെ ആളുകൾ ആട് മേയ്ക്കാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ആളുകൾ പോകുന്നത്? അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ RSSനെ കുറിച്ചാണല്ലോ എപ്പോഴും പറയുക. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ശ്വാസത്തിൽ പറയുന്നത് എന്നാ പിന്നെ RSSനെ നിരോധിക്കൂ എന്നാണ് പറയുക. ഒരു തരത്തിലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം എന്താണ്? RSSകാരൻ ഇവിടെ RSSന്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് രാജ്യം നന്നാകണം എന്നുള്ളൊരു ചിന്തയും അതോടൊപ്പം തന്നെ ജീവിക്കണം എന്നുള്ള ആത്യന്തികമായ ഒരു ലക്ഷ്യം, അതിന്റെ പുറത്താണ് ഒരു RSSകാരൻ പ്രവർത്തിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അവരുടെ ബാക്കിയുള്ള ഹെയ്റ്റ് എലമെന്റ്സ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പറയാം. എന്നാൽ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷഹീദാവുക എന്നുള്ളതാണ്, മരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താണ്? ഈ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചറിയാണ് RSSകാരന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ഭാഗ്യം നമുക്കില്ല എന്ന് തിരിച്ചറിയാണ്. കാരണം RSSകാർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല, എല്ലാ മുസ്ലിങ്ങളെയും വെട്ടിക്കൊല്ലണമെന്നോ അല്ലെങ്കിൽ എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരും വെട്ടിക്കൊല്ലണമെന്നോ ഉള്ളൊരു ലക്ഷ്യം RSSന് ഇല്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരടുത്ത വഴി തേടുകയാണ്. ആ വഴി എന്താണ്? അഫ്ഗാനിലേക്ക് പോവുക, അല്ലെങ്കിൽ യമനിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇതേപോലെ ആട് മേയ്ക്കാൻ പോവുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യുക, എന്നിട്ട് അവിടെ പോയിട്ട് മരിക്കുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് ഞാൻ എവിടെന്നെങ്കിലും ആറ്റിക്കുറിക്ക് പറയുന്നതല്ല. നമ്മൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് അടക്കം പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട്. പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവരിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പല പോപ്പുലർ ഫ്രണ്ടുകാർക്കും അറിയാം RSS ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് കൃത്യമായിട്ട് പുറത്തെത്തിക്കണം, ഈ വിവരങ്ങൾ പുറത്തെത്തിക്കണം. പുറത്തെത്തിച്ച ആളുകളെ ഇതിനകത്ത് ബോധവാന്മാരാക്കണം. എന്നാൽ മാത്രമാണ് ഇതിനകത്ത് ഒരു പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ഈ ലിസ്റ്റും തേടി നമ്മൾ നടക്കും, അവരവരുടെ പണിയായിട്ട് നടക്കും. കുറെ മുസ്ലിങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് എത്തും, ഈ നാട് കുട്ടിച്ചോറാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. യെസ്, ശ്രീ PR ശിവശങ്കർ, ഇതാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞു വെക്കുന്ന കാര്യം. ഇത് ആരാണ് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക? ഈ നടക്കുന്നത് ജിഹാദാണെന്നും ഇത് മതഭീകരതയാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും പോലുള്ള സംഘടനകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് പ്രശ്നം. ഈ പറഞ്ഞു കൊടുക്കേണ്ടവർ ഇത് മതത്തിൻ്റെ കണ്ണിൽ കാണുകയും ഇത് ന്യൂനപക്ഷത്തിനെതിരായ ഒരു ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുന്നു. ഇന്ന് ഈ ചർച്ചയിൽ നോക്കൂ, ഈ ചർച്ചയിൽ നമ്മൾ CPMന്റെ ആളുകളെ ബന്ധപ്പെട്ടു, കോൺഗ്രസിൻ്റെ ആളുകളെ ബന്ധപ്പെട്ടു. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് ഈ സത്യത്തിനൊപ്പം നിൽക്കാൻ അവർക്ക് ഒരു തരത്തിലും കഴിയില്ല. അവർക്ക് പറയേണ്ടത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇത് രാജ്യവിരുദ്ധമാകും, അത് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ ആ ചർച്ചയിൽ പോലും വരാത്തത്. യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ 140 MLA-മാരും ഇതിൽ പ്രതിസ്ഥാനത്ത് വരികയല്ലേ? രാഷ്ട്രീയ കക്ഷികൾ പ്രതിസ്ഥാനത്ത് വരികയല്ലേ? ഒരു സംശയവുമില്ല, ഈ സംസ്ഥാനത്തെ 140 MLA-മാരും അതുപോലെ തന്നെ ഈ സംസ്ഥാന ഭരണകൂടവും നിരന്തരമായി ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്, അവർക്ക് രഹസ്യമായി സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് ഇതൊന്നും ഞങ്ങളല്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നും ഇവർ നിരന്തരം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ എടുക്കാം. നമ്മൾ ആദ്യമായി ഇപ്പോൾ നിലവ് പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ്
എൻ്റെ 2 സുഹൃത്തുക്കളും പറഞ്ഞത് ഇവർ ആയുധ പരിശീലനം നടത്തുന്നു, അത്തരത്തിലുള്ള ഒരു രീതി ഇവർക്കുണ്ട്. ഇവർ നടത്തുന്ന ആയുധ പരിശീലനത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ മറ്റു രീതിയിൽ മറ്റ് CPM അതുപോലുള്ള ആളുകളും കൊല്ലുന്ന കൊലപാതകങ്ങളുടെ രീതിയും, അതുപോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ PDF അല്ലെങ്കിൽ PFI കൊല്ലുന്ന തീവ്ര മതസ്വഭാവമുള്ള സംഘടനകൾ കൊല്ലുന്ന രീതിയും മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പൊ നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണം അല്ലെങ്കിൽ ശ്രീനിവാസിന്റെ മരണം, ആ 2 മരണത്തിലും എത്ര ക്രൂരമായിട്ടാണ്, മുഖങ്ങളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വികൃതമാക്കി നിമിഷ നേരം കൊണ്ട് 1 മിനിറ്റ് പോലും എടുക്കാതെയാണ് കൃത്യമായി കുതികാൽ വെട്ടുകയും പിന്നെ മഴുകൊണ്ട് തല 2ആയി പിളർന്നു പോകുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഈ ശ്രമമാണ്, ഈ പരിശീലനമാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം തെരുവിലൊക്കെ നായ്ക്കളെ വെട്ടി പരിശീലിക്കുന്ന ഒരു വിഭാഗം മലപ്പുറത്തും മറ്റു ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇവിടെ പശുവിനെയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളെയും കൊന്ന് ഒരു രക്തത്തിനോടും അത്തരത്തിലുള്ള കൊലകളോടുമുള്ള ഇത് അറപ്പ് മാറ്റിച്ചെടുക്കുന്നു. ഇത്തരത്തിൽ തീവ്രമായി തങ്ങളുടെ ഇരകൾക്ക് രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധം ആക്രമിക്കുകയും അവരെ ഭീവത്സമാമിതം, അത് കാണുന്നവർക്ക് നാളെ ഭയമുണ്ടാകുന്ന രീതിയിൽ അവരെ കൊല്ലുന്ന ഒരു രീതിയും ഇവർ നടപ്പിലാക്കുന്നു. ഇത് 56 വെട്ടുന്ന മാനസികാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇതാണ് ഒരു രീതി. 2, ഇവിടെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച, ഇപ്പോൾ ശ്രീ നീലിമ സൂചിപ്പിച്ച കാര്യം, ആ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ ഈ തരത്തിൽ സംസ്ഥാനത്ത് ഈ MLA-മാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏതാണ്ട് 2022 ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഈ കേരളത്തിൽ നിന്നും ഇത്തരം ലവ് ജിഹാദിനും അതുപോലെ തന്നെ നേരത്തെ പാലാ ബിഷപ്പ് പറഞ്ഞതുപോലെയുള്ള ലവ് ജിഹാദിനും അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദിനും അതുപോലെ തന്നെ ലാൻഡ് ജിഹാദ്, ഇത്തരത്തിലുള്ള പല ജിഹാദുകളുടെ പേര് പറഞ്ഞിരുന്നു. അതിലൊന്നും മതപരമായ ഒരു കണക്കുകൾ അദ്ദേഹം സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെയാണ് മതപരമായ കണക്കുകൾ അതിൽ കൊണ്ടുവന്നത്. ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ്, നാർക്കോട്ടിക് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത ആളുകളുടെ ടോട്ടൽ കണക്ക് പറഞ്ഞിട്ട്, അന്ന് കണക്കൊക്കെ സംസ്ഥാനത്ത് ഇന്ന് നെറ്റിലുണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആ ചർച്ച അല്ലാത്തതുകൊണ്ട്. അതിൽ ഏതാണ്ട് നാർക്കോട്ടിക് വിഭാഗത്തിൽ കണക്കെടുത്ത പോലെ 40% ഹിന്ദുക്കളും അതുപോലെ തന്നെ 35% സംസ്ഥാനത്തെ മുസ്ലിം വിഭാഗവും 12% മാത്രമാണ് ക്രിസ്ത്യൻ വിഭാഗവും എന്ന കണക്കാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, 50% ഹിന്ദു സമുദായത്തിന് 40% കുറ്റവാളി വരുന്നുവെങ്കിൽ അതിന്റെ ഏതാണ്ട് 25-26% ഉള്ളിടത്ത് 40% കുറ്റവാളികൾ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വരുന്നു. 15-12% ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വെറും 9% വരുന്നുള്ളൂ എന്ന കണക്ക് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യവും കൂടെ പറഞ്ഞു. ഇത്തരത്തിലുള്ള പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ ഈ കുറ്റവാളികളെ കറക്റ്റ് ചെയ്യുവാനുള്ള കേന്ദ്രങ്ങളായി മാറുന്നതിൽ നിന്നും തടയുവാനായിട്ട് അഡിക്ഷൻ സെന്ററുകൾ മഹല്ലകളിൽ അല്ലെങ്കിൽ മോസ്കുകളിൽ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ചർച്ചയിൽ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നു, എന്തുകൊണ്ടാണ് അത് ഹിന്ദുക്കളുടെ അമ്പലത്തിലും അതുപോലെ തന്നെ ചർച്ചിലും നിങ്ങൾ നടത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി പിന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയില്ല. അതായത് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ മതവും ജാതിയും കണക്കാക്കി അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ അതിൽ തന്നെയുള്ള കള്ളക്കളികൾ പുറത്തായപ്പോൾ അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു വിഭാഗത്തെ മുഴുവൻ കുറ്റവാളിയാക്കുന്നത്. എന്തുകൊണ്ടാണ് ISIS ആക്ടിവിറ്റിയിലേക്ക് പോയത് മുഴുവൻ ഒരൊറ്റ മതവിഭാഗമായത്? 3 പേര് മാത്രമല്ലേ ഒരു മറ്റു മതങ്ങളിൽ നിന്നുള്ളൂ. ഈ തമ്മനത്ത് നിന്ന്, എറണാകുളത്തെ തമ്മനത്ത് നിന്ന് പോയ 2 ഫാമിലിയും പിന്നെ ഒരാൾ, 3 പേര് മാത്രമാണ്. 100-120 പേര് പോയിട്ട് ഒരു ചെറിയ ആരിഫിന് കണക്കിന് തെറ്റുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ പെട്ടെന്ന് മനസ്സിൽ നിർത്താണ്. 3 പേര് മാത്രമാണ് മറ്റ് മതവിഭാഗത്തിൽ നിന്ന് പോയതെന്ന് പറയുന്നു. അപ്പോൾ ഒരു മതവിഭാഗത്തെ മാത്രം തീവ്രമായി മറ്റു മതങ്ങൾക്കെതിരായും അല്ലെങ്കിൽ നേരത്തെ ആരിഫ് പറഞ്ഞതുപോലെ തങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങൾക്ക് എതിരായി ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കൊല്ലേണ്ടവരാണെന്നും അവരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുമുള്ള മതപഠനങ്ങൾ നടത്തുന്ന പാഠശാലകളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ഒരു ജനാധിപത്യ വിശ്വാസി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ 150 MLA-മാർ ഇത് അംഗീകരിക്കാത്തത്? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോ ആലുവയിലെ പെരിയാർ വാലി പറഞ്ഞു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ കേന്ദ്രമായി മാറുകയാണ് ഈരാറ്റുപേട്ട.
ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ നമുക്കറിയാം പല പല സംഭവങ്ങളും. ഈരാറ്റുപേട്ടയിൽ എത്രയേറെ ക്രിമിനൽ പ്രതികൾ ഇപ്പൊ ഈ അടുത്ത് ഈ ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് ഈരാറ്റുപേട്ടയിൽ തങ്ങൾ പറയുന്നതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ല അവിടുത്തെ 2 ക്രിമിനൽസിനെ. മുണ്ടക്കയത്തെ ഹോട്ടലിലായിരുന്നു പാലക്കാട് ശ്രീനിവാസ കേസിൽ 1-ാം പ്രതി ജോലി ചെയ്തിരുന്നത്. തടിയന്റെ ഇവിടെ നസീറും ഈരാറ്റുപേട്ടയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോ ഈ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളായി ഈ വിഭാഗങ്ങൾ ഒരു ഏരിയ മാറ്റുന്നു, അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. അവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള വാഗച്ചൂട്, വാഗമൺ പോലുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്തെ പോലീസിന് പോലും കയറി വരാൻ പറ്റുന്നില്ല. അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വലിയ രീതിയിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നു. അവിടെ നിന്നും മേട്ടപ്പെടാൻ പറ്റുന്നില്ല, ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ആരിഫും ഞങ്ങളൊക്കെ പറയാനുള്ളതാണ് ജസ്നയുടെ തിരോധനം. അത് എത്രത്തോളം തീവ്രമായത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? ആ കുട്ടിയുടെ ഒരു ദിവസം ഒരു അപ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമായതിനു ശേഷം പല പോലീസ് ഓഫീസേഴ്സും രഹസ്യമായി സന്ദർശിച്ചുകൊണ്ട് അവർ ഈ കേരളത്തിൽ കുറെ നാൾ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ഞങ്ങൾക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം അത്രയേറെ രഹസ്യവും അത്രയേറെ ഭീകരവുമായ സ്ഥലത്താണ് അവരുള്ളതെന്നും അതായത് ശ്രീ PR ശിവശങ്കർ ഒരു ഘട്ടത്തിൽ ആ കേസ് അന്വേഷിച്ച ടോമിൻ തച്ചങ്കരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ യഥാർത്ഥ സംഭവം വെളിപ്പെടുത്താമെന്ന് ജസ്ന തിരോധാന കേസിൽ. പക്ഷേ അദ്ദേഹത്തിന് അത് തുറന്നു പറയാൻ കഴിഞ്ഞില്ലല്ലോ. ടോമിൻ തച്ചങ്കരി ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായി പറയാൻ എന്താണ് തടസ്സം എന്നുള്ളത് ഈ ഒരു നെക്സസ് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. അതുപോലെ തന്നെ അത് അത്രയധികം ഒരു വലിയ മീഡിയ അറ്റൻഷൻ കിട്ടാത്ത മറ്റൊരു കുമരകത്തുനിന്ന് അറുപുഴ എന്നൊരു സ്ഥലത്ത് നിന്ന് 2 ദമ്പതികൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അവരെ കുറിച്ചും യാതൊരു വിവരവുമില്ല. ഒരു വിവരവുമില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലീസിന് ഒരു എത്തിപ്പിടുതിയും കിട്ടുന്നില്ല. ഇപ്പൊ നേരത്തെ ഒരു മൗലവിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്തുള്ള മുഴുവൻ ഭൂമി കുഴിച്ചിട്ടും ഒരു അസ്ഥികഷ്ണം പോലും കിട്ടാത്ത തരത്തിലുള്ള ശാസ്ത്രീയമായ കൊലപാതകം നടത്തിയ ആളുകളും ഉണ്ട് ഇതിൽ. എത്രയോ വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. ചേകന്നൂർ മൗലവി തിരോധാന കേസൊക്കെ വരുന്നത് എത്രയോ വർഷം മുൻപാണ്. എന്നിട്ട് പോലും ഞാൻ അങ്ങോട്ട് അതെ ഞാൻ പറയാൻ കാരണം ഇതിലെല്ലാം ഒരു പ്രത്യേക ഒരു തീവ്ര വിഭാഗത്തിന്റെ DNA അംശം ഇതിലെല്ലാം ഉണ്ട്. ഇപ്പോ നേരത്തെ ഒരു കൈവെട്ട് കേസിലെ പ്രതികളുടെ DNA, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചോളൂ, അവിലും മലരും കുന്തിരിക്കവും സൂക്ഷിച്ചോളൂ എന്ന് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് അതിൽ ആനന്ദം കൊണ്ട അത് ഏറ്റുവിളിച്ചപ്പോൾ മറ്റു മതസ്ഥരുടെ മുഖത്ത് നോക്കി നിങ്ങളെ കൊല്ലും എന്ന് തന്നെയാണ്, ഞങ്ങൾ എതിർത്താൽ കൊല്ലും എന്ന് തന്നെയാണ് ആ സമൂഹവും ആ ജനക്കൂട്ടവും ഭ്രാന്തമായി ഒരു ജനങ്ങളോടുള്ള ഏറ്റവും വെറുപ്പ് കലർന്ന ഒരു ഉന്മാദാവസ്ഥയിൽ വിളിച്ചു പറഞ്ഞതെന്ന് ആ പ്രകടനം കണ്ട ആർക്കും മനസ്സിലാവും. അപ്പൊ കൊച്ചു കുട്ടികളെ മുതൽ ഇത്രയേറെ തീവ്രമായി ചിന്തിപ്പിക്കുവാനും അതിൽ ഉന്മാദാവസ്ഥ കൊള്ളുവാനുമുള്ള DNA വന്നത് സത്യത്തിൽ ഒരു കാര്യം കൂടി ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിലിപ്പോ മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തകർ ഇപ്പൊ ചാനലിലൊക്കെ വന്നിട്ട് ലീഗിന്റെ ലെഗസിയെ കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നു. ലീഗ് ഒരിക്കലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളെ മുന്നോട്ട് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ലീഗ് വളരെ ജനാധിപത്യപരമായും മതേതരമായും സംസാരിക്കുന്ന കക്ഷിയാണ് എന്നൊക്കെ പറയുമ്പോൾ ലീഗിന്റെ ചരിത്രവും കൂടി നമ്മൾ പഠിക്കണം. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ആ രണ്ടാമത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചപ്പോൾ തലശ്ശേരിയിലുള്ള RSSും BJP ഒന്നുമല്ല, സാധാരണ CPMന്റെ പ്രവർത്തകർ വരെ ഡിഫൻസ് ഫണ്ടിലേക്ക് പണം നൽകുവാനായിട്ട് തലശ്ശേരിയുടെ ബസ് സ്റ്റാൻഡിൽ തലശ്ശേരി സർക്കാരിന്റെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം ചോദിച്ചു. അതിന്റെ ഫണ്ട് മുഴുവൻ ഡിഫൻസ് ഫണ്ടിലേക്ക് നൽകാനായിട്ട് ഞങ്ങൾ ഹോട്ടൽ തുടങ്ങുന്നു. ഒരുപാട് പേര് സംഭാവന ചെയ്തു. അവിടുത്തെ വരുമാനം മുഴുവൻ ഡിഫൻസ് ഫണ്ടിലേക്ക് വന്നപ്പോൾ തലശ്ശേരിയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരെ അതിനെ എതിർക്കുകയും ശക്തമായി അതിനെ എതിർത്തുകൊണ്ട് ആ പ്രോഗ്രാം വരെ മാറിപ്പോയി. CPMകാരുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ വന്നിട്ട് അവിടെ നിന്നാണ് ആ ലഹളയുടെ തുടക്കമെന്നും ഇന്ന് വിശ്വസിക്കും. പിന്നെ അതിനുശേഷമുള്ള മുത്തപ്പന്റെ ആ വഴിയിലേക്കുള്ള പ്രകടനവും നൂർജഹാൻ ഹോട്ടലിൽ നിന്നുള്ള കല്ലേറും എല്ലാം അരവിന്ദ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുമ്പോൾ ലീഗും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മത തീവ്രവാദ പ്രവർത്തനത്തിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെയും DNA ആ കാലഘട്ടം തൊട്ട് മുസ്ലിം ലീഗിന്റെയും കയ്യിലുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കാലാകാലങ്ങളായി NDFും PFും PDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഈ കാലഘട്ടത്തിൽ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അത് ഇപ്പോഴും നടക്കുന്നു. ഓരോരോ
പേര് മാറി മാറി വരും. കുറച്ച് നാളായിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വളരെ പരിശുദ്ധരായി മാറും. കാരണം ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നും നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുകൂടിയാണല്ലോ. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ കൂടി മനസ്സിലാക്കിയാലേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു രൂപരേഖ ഇന്നലെ അതായത് മുസ്ലിം ലീഗിന് പറ്റാത്ത കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് അവരെ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അവരെ രാഷ്ട്രീയ പാർട്ടിയാക്കിയിരിക്കുന്നു, അവരെ അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പുറത്ത് PDP അംഗീകരിക്കുന്നു. ഇതാണ് ചരിത്രത്തിൽ നടക്കുന്നത്. SDP-യുടെ ഒരു രീതിയും ഇത് തന്നെയാണ്. ഭാവിയിൽ SDP-യും ഇത്തരത്തിലുള്ള സഖ്യകക്ഷിയായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇവരെയെല്ലാം വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിലെ UDF-ഉം നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ചരിത്രം പഠിക്കുകയും ഇവരെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവനിലേക്ക് പോവുകയാണ്. ശ്രീ സജീവൻ, അങ്ങ് മലബാർ രാഷ്ട്രീയം വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ PDP-ക്കുമൊക്കെ ഒരു വർഗീയ നിറം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. SDPI ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഈ SDPI-യിലൂടെ രാഷ്ട്രീയ അധികാരം കൈയാളി 2047 എത്തുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ രണ്ടാം നിര നേതാക്കളും സ്ലീപ്പർ സെല്ലുകളും ഒക്കെ വളരെ ആക്റ്റീവായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ SDPI-യെയും ഇത്തരത്തിലുള്ള ഇന്ന് തന്നെ നോക്കൂ, ആൻ്റണി അദ്ദേഹം ചെയ്തത് എന്താണ്? SDPI അവരുടെ വാർഷിക ദിനത്തിൽ, അവരുടെ പിറന്നാൾ ദിനത്തിൽ മധുരം കൊണ്ടു കൊടുക്കുകയാണ് MP-ക്ക്. MP അത് അതീവ മധുരത്തോടെ അത് നുണഞ്ഞിറക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ തള്ളണോ കൊള്ളണോ എന്നുള്ളതാണ് ഇവിടുത്തെ ജനാധിപത്യ പാർട്ടികളുടെ മുന്നിൽ നിൽക്കുന്ന വിഷയം. അപ്പോൾ അവരെ ഉൾക്കൊള്ളണം എന്നത് തന്നെയാണ് ഓരോ ദിവസവും ഓരോ അനുഭവവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് കേരളത്തെ എവിടെ കൊണ്ടു ചെന്നെത്തിക്കും? SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ തന്നെയാണ് SDPIയുടെയും നേതാക്കന്മാരായിട്ടുള്ളത്. അതിനു മുൻപേ തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ NDF ആയിരുന്നു ഉണ്ടായിരുന്നത്. NDF ആണ് പിന്നീട് ഒരു ഘട്ടത്തിൽ അവർക്കെതിരെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വന്നപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാണ് പിന്നീട് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ളത്, നിരോധിക്കപ്പെട്ടിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടാണ്, PFI ആണ്. SDPI ഇപ്പോഴും നിരോധിക്കപ്പെടാത്ത പാർട്ടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. അത് കൃത്യമാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അവർ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല. അവരുടെ രാഷ്ട്രീയ സംഘടനയാണ് രംഗത്തേക്ക് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും നേരത്തെ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണെങ്കിൽ പോലും പിന്നീട് അവർ നിരോധിക്കപ്പെടാത്തിരുന്നാണ്. അവരുടെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ VD സതീശൻ പറയുന്നത് പോലെയല്ല, അവരുടെ രാഷ്ട്രീയ നിലപാട് ഒരിക്കലും മാറ്റിയിട്ടില്ല. 1941 മൗദൂദി ഈ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയവും മതവും ഒന്നാണ്, വ്യത്യാസമില്ല. മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയമാണ്. അതായത് ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ചുള്ള ഭരണമാണ് വേണ്ടത് എന്നാണ് ഈ മൗദൂദിയുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് അവർ എപ്പോഴെങ്കിലും മാറിയതായിട്ട് നമുക്കറിയില്ല. മാത്രമല്ല, കേരളത്തിലെ തന്നെയുള്ള ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലൊക്കെ ആ നിലപാടിനെ കുറിച്ച് പലപ്പോഴും, ഇപ്പോഴല്ല നേരത്തെയുള്ളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ആകെ ഉള്ളത് ഇപ്പോഴത്തെ അമീറായിട്ട് മുജീബ് റഹ്മാൻ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ഇടക്കാലത്ത് ഞങ്ങൾ പഴയ നിലപാടിലല്ല, ഞങ്ങൾ അങ്ങനെ മതരാഷ്ട്രവാദത്തിന്റെ ആളല്ല എന്ന് പറഞ്ഞ അദ്ദേഹം. പക്ഷെ അത് പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മാറിയിട്ടില്ല. അപ്പോൾ ആ മതരാഷ്ട്രം എന്ന് പറയുന്ന മൗദൂദിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് അല്ലാതെ മാറും എന്നുള്ള കാര്യമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം താങ്കൾ പറഞ്ഞിട്ടുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുള്ള ഇവരുടെ നിലപാടുകൾ. അപ്പൊ അവിടെ ഏതൊരു പാർട്ടിക്കും ഇപ്പൊ UDF അതിനെ സാധാരണ ലീഗ് നേതാക്കന്മാരും മറ്റ് UDF നേതാക്കന്മാരും ഒക്കെ ജമാഅത്തെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കാര്യം, വോട്ട് ചെയ്യാം എന്ന് പറയുന്ന ആളുകളുടെ ആ വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. ഇപ്പൊ അത് വ്യക്തിയുടെ താല്പര്യമാണ്.
പ്രസ്ഥാനം ഒരിക്കലും വോട്ട് ചെയ്യുന്നില്ല, വ്യക്തിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വോട്ട് വേണ്ട എന്ന് പറയുന്ന രീതി ആരുടേതായാലും ഇപ്പം BJPക്ക് അനുകൂലമായിട്ട് ഒരു SDPI-കാരനോ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനോ വോട്ട് ചെയ്യുന്നു വിചാരിക്കുക, ഞാൻ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ, തടയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്കുള്ളത് തന്നെ പ്രസ്ഥാനവുമായിട്ട് കൂട്ടുചേരുക. അപ്പം ഇവിടെ VD സതീശൻ കാണിച്ചൊരു അബദ്ധം എന്ന് പറയുന്നത് ഇതിനെ അവര് പോലും പറയാത്തൊരു കാര്യത്തിൽ വെള്ളം പൂച്ചുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഈ തീവ്ര നിലപാട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ആ തീവ്ര നിലപാട് എടുക്കുന്ന ഘട്ടത്തിൽ അതിനെ അംഗീകരിക്കുന്ന രൂപത്തിൽ മറ്റ് മതേതര പാർട്ടികൾ കൂടി പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജനങ്ങൾ തമ്മിലുള്ള ഈ ഐക്യം, ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യം അതില്ലാതാക്കാൻ ഏതൊക്കെ പോപ്പുലർ ഫ്രണ്ടാണ് രംഗത്ത് വരുന്നത്. ഇപ്പൊ ഈ ഹിറ്റ് ലിസ്റ്റിന്റെ കാര്യം പോകാനുള്ള നമ്മുടെ അതാണ് വെച്ചാണല്ലോ ചർച്ച നടക്കുന്നത്. ഹിറ്റ് ലിസ്റ്റിന്റെ കാര്യം ഇത്രയും ആളുകളെ കൊല്ലാനാണോ ആ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ദുഷ്ടലാക്ക് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണെങ്കിൽ പോലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെ, അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെയും ക്രിമിനലുകളായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. അത് മതത്തിനെ പോലും കൂട്ടേണ്ടില്ല. കാരണം മതത്തിനപ്പുറത്തേക്കുള്ള ക്രിമിനൽ രാഷ്ട്രീയമാണത്. ആ ക്രിമിനൽ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ പാടില്ല. ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും ഐക്യവുമാണ് ഉണ്ടാവേണ്ടത്. അതിനെവിടെയൊക്കെ പ്രശ്നമുണ്ടാവുന്നുണ്ടോ ആ സമയത്ത് നിരോധിക്കേണ്ടതിന് നിരോധിക്കണം. അവരുടെ നടപടികൾക്കെതിരെ നടപടിയിലേക്ക് പോകണം. അതിന് വെള്ളം പൂശുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരാളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ശ്രീ A. സജീവൻ, എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ ഇത് ജിഹാദാണെന്നും ഇത്തരത്തിൽ മതഭീകരതയാണ് ഇവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുക പോലും ചെയ്യാത്തത്? ഇത്ര വലിയൊരു വിവരം NIA കോടതിയിൽ സമർപ്പിക്കുകയാണ്. PFI നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം തമസ്കരിക്കാവുന്ന വിഷയമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ രണ്ടാം നിര നേതാക്കളുണ്ട്. രാഷ്ട്രീയ രൂപമായി SDPI വളരെ സജീവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ സ്ലീപ്പർ സെല്ലുകൾ വളരെ സജീവമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും ഈ പക്ഷപാതിത്വം കൈക്കൊള്ളുന്നത്? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് NIA കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആണ്. അപ്പൊ ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി ഉന്നയിച്ചുള്ള തടസ്സവാദമാണ്. ആ തടസ്സവാദത്തിൽ ഇപ്പോഴും നമുക്കറിയാത്തത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഈ പറയുന്ന രൂപത്തിലുള്ള ഹിറ്റ് ലിസ്റ്റ്, ആ ഹിറ്റ് ലിസ്റ്റിൽ എന്തെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ടോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. NIA കൊടുത്തുള്ള ലിസ്റ്റിൽ ഇവരുടെ കയ്യിൽ ഇന്ന ആളുകൾ പിടിച്ചെടുത്ത രേഖകൾ. ശ്രീ സജീവൻ, അങ്ങനെ ഒരു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? NIA പോലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് വളരെ കൃത്യമായി മുദ്രവെച്ച കവറിൽ കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ ഹിറ്റ് ലിസ്റ്റിലെ പേരുകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ പുറത്തു വരില്ലായിരിക്കും. കാരണം അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട വിവരങ്ങൾ തന്നെയാണ് അതിലുള്ളത്. ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കും ഇവർ ഇത്തരത്തിൽ PFIയുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ് താൻ എന്നുള്ള ബോധ്യം ഒരുപക്ഷെ ഈ ലിസ്റ്റിൽപ്പെട്ട ആർക്കും തന്നെ ഇല്ലായിരിക്കാം. അവരെന്തിന് പിന്നീട് ജീവഭയത്തോടെ ഇങ്ങനെ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ആ ലിസ്റ്റ് പുറത്തു വിടുന്നതിലല്ല കാര്യം. ഇവർ ഉന്നയിച്ച രാഷ്ട്രീയം അതിനെ ചെറുക്കേണ്ടതല്ലേ? ആ ലിസ്റ്റല്ല നമ്മുടെ മുന്നിലുള്ള വിഷയം, അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് അതാണ്. ഇതിലെ പ്രതികൾ കൊടുത്ത ജാമ്യാപേക്ഷ തഴക്കുള്ള തടസ്സവാദമാണ് NIA കൊടുത്തിട്ടുള്ളത്. ആ കൊടുത്തിട്ടുള്ളത് കോടതിയുടെ മുമ്പാകെ ആണുള്ളത്. കോടതി പറയുന്നു ശരിയാണ്, ഈ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് തീവ്രവാദത്തിൻ്റെതാണെന്ന് പറയുന്ന ആ നിമിഷം, അതാണ് ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന ഹിറ്റ് ലിസ്റ്റ് മുഴുവൻ ഇത്രയും പേര് അത് പറയുന്ന നമുക്കറിയാമല്ലോ, ശശീല ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര്, വത്സൻ തില്ലങ്കേരിയുടെ പേരൊക്കെയാണ് വന്നിട്ടില്ല, പുറത്തൊന്നും നമ്മളെ അറിയില്ല, ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു മുൻ ജില്ലാ ജഡ്ജി അടക്കം ഇവരുടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നമ്മുടെ ഓഫീസർമാരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അതാണ് അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതാണ് എന്ന് പറയണമെങ്കിൽ കോടതിയുടെ മുമ്പാകെയുള്ള ലിസ്റ്റിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് കോടതി ഇത് പറയണേയിരിക്കാം. ഞാൻ വേറെ കോടതിയുടെ ഉത്തരവ് വേണ്ട, ഇവർക്കെതിരെ ഇത് വേണ്ട, ഈ തടസ്സവാദം ഉന്നയിച്ചത് വെച്ചുകൊണ്ട് ഇനിയിപ്പോ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനം എടുക്കണമല്ലോ. ആ സമയത്ത് കോടതി പറയുന്നു ഈ ഹിറ്റ് ലിസ്റ്റ്
തീവ്രവാദത്തിൻ്റെതാണ് എന്ന് പറയുന്ന നിമിഷം ആ നടപടിയിലേക്ക് പോകേണ്ടതാണ്. അതുവരെ ഇപ്പൊ ഇത് ഈ ഹിറ്റ് ലിസ്റ്റിന് എനിക്കിപ്പോഴും അറിയില്ല എന്താണ് ഹിറ്റ് ലിസ്റ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരെ ചോദ്യം ചെയ്യാനാണോ, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ, അവരെ വെല്ലുവിളിക്കാനാണോ, അവരുടെ തലയെടുക്കാനാണോ? അത്തരത്തിൽ NIA മുന്നോട്ട് വെച്ച നിലപാട് ശരിവെച്ചുകൊണ്ട് ആ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു നിലപാട് കോടതി എടുക്കുകയുണ്ടായി. ജനൻ ഡിബേറ്റ് ഈ ഘട്ടത്തിൽ പോകുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഈ PFIയുടെ ഈ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ചിറകരിയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് പക്ഷേ ഇപ്പോഴും ജീവനുണ്ട്. ആ ജീവൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടുമുറ്റത്ത് കാണുകയാണ്. SDPI സദാചാര ഗുണ്ടായിസം നടത്തി, വിചാരണ നടത്തി ഒരു യുവതിയുടെ ജീവൻ വെടിയേണ്ട അവസ്ഥ വന്നു. ഇവിടെ എത്ര മാധ്യമങ്ങൾക്കത് ചർച്ചയായി, എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു? മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ തൊട്ട് സമീപം പിണറായിയിൽ നടന്നതാണ് SDPIയുടെ സദാചാര ഗുണ്ടായിസം. അതിൽ ഒരു യുവതിക്ക് ജീവൻ വെടിയേണ്ടി വന്നു. ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ താലിബാനിസം നമ്മുടെ കേരളത്തിൽ നടപ്പായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ പലയിടത്തും നമ്മൾ കാണുകയാണ്. ഇനിയെങ്കിലും ഇവർക്കൊക്കെ ഇക്കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇവിടെ സമഭാവനയുടേതായ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ സംസ്ഥാനമാണ് ഇത്, കേരളമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുമോ ഡോക്ടർ ആരിഫ് ഹുസൈൻ? ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി നേരത്തെ സൂചിപ്പിക്കണ്ടായി. ആന്റണി ആളുടെ ഒരു പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെടുത്തി അവിടെ ഒരു ആഘോഷം, SDPIയുടെ, അപ്പൊ അത് അവിടെ ചെന്നിട്ട് ആഘോഷിച്ച് മിഠായി കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ കാണുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പോ കുറച്ചു നാളുകൾക്ക് മുന്നേ RSSനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. RSSന്റെ വീട്ടിൽ അത് എന്തിനാ പോയത്, ഒളിച്ചും പാത്തു പോയി, പോലീസുകാരൻ പോയി, മന്ത്രി പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമാണ്. അപ്പോ ഞാൻ പറയുന്നത് RSSകാര് എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ RSSന്റെ വീട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു നേതാവുമായിട്ട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് കാണാൻ കഴിയുന്നു. അതേസമയം നിങ്ങൾ തന്നെ ഇക്വേറ്റ് ചെയ്യുന്ന, അതിന് മറുപക്ഷത്ത് നിൽക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടും അതുപോലെയുള്ള ആ കൂട്ടം ആളുകളുടെ വീടുകളിലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഏതെങ്കിലും വിധേനയുള്ള സഹവാസമോ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പ്രശ്നമായി മാറുന്നുമില്ല. അതൊരു ഇരട്ടത്താപ്പാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്നുകിൽ നിങ്ങൾ ശത്രുത കാണിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാൻസലിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഇരു കൂട്ടരെയും ചെയ്യുക. ഈ ഡീഹ്യൂമനൈസേഷൻ നിങ്ങൾ നടത്തുമ്പോൾ അത് ഇരു കൂട്ടരെയും നിങ്ങൾ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ഒരു കൂട്ടരെ മാത്രം ക്യാൻസൽ ചെയ്യുക, ഒരു കൂട്ടരെ മാത്രം ഡീഹ്യൂമനൈസ് ചെയ്യുക, അത് ശരിയല്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണുന്ന പ്രശ്നം. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ആന്റണി അതിനകത്തൊരു വിശദീകരണം കൂടി കൊടുക്കുകയാണ്. എൻ്റെ നാട്ടിലെ ആളുകളാണ്, എൻ്റെ നാട്ടിൽ SDPIക്കാർ മാത്രമല്ലല്ലോ ഉള്ളത്, എൻ്റെ നാട്ടിൽ ഈ പറയുന്ന RSSകാരുണ്ടെങ്കിൽ അവരും, അതെ, RSSകാരനെയും കാണാൻ ഈ മന്ത്രി തയ്യാറാവുമോ? അതല്ലേ ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുന്നേ മന്ത്രി രാമചന്ദ്രൻ അവിടെ മോദിയുമായിട്ട് ഒന്ന് നേരിട്ട് കാണുന്ന ഒരു വിരുന്നിൽ പങ്കെടുക്കുന്ന ഒരു സംഗതി ഉണ്ടായപ്പോ എന്തെല്ലാമായിരുന്നു ഇവിടെ അതിന്റെ ന്യായീകരണങ്ങൾ, അതിന് കൊടുത്ത വിശദീകരണം കൊടുക്കേണ്ട ഒരു ആളുടെ കൂടെ, പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അതിന് പോലും വിശദീകരണം കൊടുക്കേണ്ട ഗതികേട് കൂടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 10-1 പോലും ഈ പറയുന്ന വിഷയത്തിൽ കാണാനും സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്താണ് ഈ ഇരട്ടത്താപ്പ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമ്മൾ പറയുന്നത് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു അവധാനത ഉണ്ട്. ആ അവധാനത നമ്മളെ കൊണ്ടേ പോവുള്ളൂ. അതിപ്പോ പിണറായിയിൽ മാത്രം നമ്മൾ കാണുന്നു എന്ന് പറയുന്നതിനേക്കാളും ലോകം മുഴുവൻ കാണുന്നത് പിണറായിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് ശരി. ഇത് പിണറായിയിൽ തുടങ്ങിയ ഒരു സംഭവമല്ല, പിണറായിലും എത്തി, കേരളത്തിലും എത്തി എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. ഞാൻ ഒരു ചെറിയൊരു കാര്യം ഒന്ന് ഇവരുടെ ഈ മിഷൻ 2047 ഡോക്യുമെന്റിലുള്ള ഒരു കാര്യം ഒന്ന് വായിക്കുകയാണ്. അതിനകത്ത് അവർ കൃത്യമായിട്ട് 4 സ്റ്റേജുകളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് യുണൈറ്റ് അണ്ടർ PFI ആൻഡ് എസ്റ്റാബ്ലിഷ് മുസ്ലിം ഐഡന്റിറ്റി ബിയോണ്ട് ജസ്റ്റ് ബീയിങ് ഇൻ ഇന്ത്യൻ എന്നതാണ് അതിലെ ഒന്നാമത്തെ അവരുടെ ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ആ ഒരു സാധനം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും നേട്ടങ്ങളല്ല, അവിടെ പരിഹരിക്കപ്പെട്ട വിഷയങ്ങൾ പോലും, ഇപ്പൊ ബാബറി മസ്ജിദ് വിഷയം അത് പരിഹരിക്കപ്പെട്ടതാണ് കോടതി വിധിയിലൂടെ, അതുപോലും പൊക്കിക്കൊണ്ടുവന്ന് അതിന്റെ പേരിൽ മുസ്ലിങ്ങളെ നിരന്തരം ഈ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് അവരെ ഒരുമിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടു ടെററൈസ് ഒപ്പോണൻസ് ആൻഡ് കോൾ ഫോർ യൂസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് ഹിന്ദുസ്. അങ്ങനെ തന്നെയാണ് അതിനകത്ത് അവർ പറഞ്ഞു വെക്കുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ അവരെ ടെററൈസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ടെറർ ഓർഗനൈസേഷൻ നമ്മൾ വിളിക്കേണ്ടി വരുന്നത്. ജിഹാദി രീതികൾ തന്നെയാണ് അവർ അതിനകത്ത് ഉപയോഗിക്കുന്നത്.
അവരുമായിട്ട് പരുഷമായിട്ട് പെരുമാറുക, അവർ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്? ഇൻഫിൽട്രേറ്റ് ദ ജുഡീഷ്യറി, ലിയൈസൺ വിത്ത് ഫോറിൻ ഇസ്ലാമിക് നേഷൻസ് ഫോർ ഫണ്ടിങ്, സ്റ്റോക്ക് പൈൽ വെപ്പൺസ്. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ സ്റ്റേജിൽ. ഇതിൽ നമ്മൾ കണ്ടു തുർക്കിയുമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ജുഡീഷ്യറിയിലേക്ക് ഇരച്ചു കയറുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഇവരുടെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി, നമ്മളിവിടെ SDP വരെ എത്തിയിട്ടുള്ളൂ. സത്യത്തിൽ ഇത് ജമാഅത്ത് ഇസ്ലാമി തന്നെയാണെന്നാണ് നമ്മൾ ഒന്നുകൂടിയും വിശദമാക്കി പറഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരാം. ഇതേ പറയുന്ന മൗദൂദി, ഈ ജമാഅത്ത് ഇസ്ലാമി ഇതെല്ലാം കടന്ന് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവരുടെ കൂടെയുള്ള ചില സഹവാസത്തിന്റെ ഇടയിൽ ഞാൻ പോയിട്ടുള്ള ചില സമയങ്ങളിൽ നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഈ പറയുന്ന പട്ടാളത്തിൽ നമ്മൾ തലപ്പത്ത് വരണം, നമ്മൾ കോടതിയിൽ നമ്മൾ തലപ്പത്ത് വരണം, നമ്മൾ അങ്ങനെ ഓരോ ഈ പറയുന്ന മേഖലകളിൽ നമ്മൾ തലപ്പത്ത് വരണം എന്ന ഒരു കൃത്യമായ ഇൻസ്ട്രക്ഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം അതിന്റെ ലക്ഷ്യം എന്താണ്? ഇത് തന്നെയാണ്. കൃത്യമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള ആശയങ്ങളാണ്, നമ്മളെ കൺട്രോളിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ സ്റ്റേജാണ് ടു ഗ്രാബ് പവർ അറ്റ് ദ നാഷണൽ ലെവൽ എന്നാണ് ലാസ്റ്റ് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എങ്ങനെയാണ് ഈ സാധനം അവരവിടെ ചെയ്യുന്നതെന്നുള്ളത്. അതിൽ അവർ പറയുന്നത് അതായത് once in power, all important positions in the executive and judiciary as well as the police and army are to be filled with loyal cadres. The doors of all government departments including army and police would be opened to be filled with loyal Muslims and SC/ST OBCs to correct the past injustice and imbalances in the recruitment. എന്ന് വെച്ചാൽ SC/ST OBCകളെ ഇവർ ഉപയോഗിക്കുന്നത് ഇവരുടെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളുകളായിട്ട് മാത്രമാണ്. അതിനും ഇവർ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പൊ വേടനിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ഈ ജാതി പറഞ്ഞുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു സംഗതി കാണുന്നുണ്ടെങ്കിൽ അത് ഇവർ ഒരുക്കുന്ന ട്രാപ്പാണ്. ഇത് മനസ്സിലാക്കാതെയാണ് ഈ വേടനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് വന്ന് വിടുന്നത്. ജാതീയത നമ്മുടെ നാട്ടിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ അത് കുത്തി ഉണർത്തിക്കൊണ്ട് അതിന്റെ പേരിൽ ആളുകളിൽ ഒരു കാലുഷ്യം ഉയർത്തിക്കൊണ്ട് അത് ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനത്തിലേക്ക് കൊണ്ടെത്തിച്ച് അതിനോടുള്ള ഒരു വിരുദ്ധതയാക്കി മാറ്റി, ശത്രുതയാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ്. ഇതിനകത്താണ് ഇവർ വന്ന് പെടുന്നത്. ഇനി അതോടൊപ്പം ഇതിന്റെ ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്ന എന്താണ്? ആ പറയുന്ന സ്റ്റേജിൽ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ സംഘടിപ്പിച്ച ആയുധങ്ങളും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ അവിടെ ഭരണം പിടിച്ച് അവിടെ ഇസ്ലാമിക നിയമങ്ങൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ സ്ഥാപിക്കണം. ഇതാണ് ഈ പറയുന്ന മിഷൻ 2047 ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിൽ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട്, എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയ ഇവിടെ ഒരുപാടെണ്ണം ഇത് എഴുതി പിടിപ്പിച്ച് അതിന്റെ വിശദമായ റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ ഇതുവരേക്ക് ഇത് കൊടുത്തില്ല. ജനം പോലും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇനിയെങ്കിലും ഈ പറയുന്ന 2047 മിഷൻ ഡോക്യുമെന്റ് അത് ഒരു തവണയെങ്കിലും അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ട് അത് പബ്ലിഷ് ചെയ്യണം. ഇവിടുത്തെ ജനങ്ങൾ വായിക്കണം. അത് ഞാനൊക്കെ പലതവണ വീഡിയോ ചെയ്തു. എന്നെ കൊണ്ട് പറ്റാവുന്ന സമയങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയും. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്ത് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മളെ കൊണ്ടുവന്ന് ഇതേപോലെ ഒരു വലിയ കുഴിയിലേക്ക് ചാടിക്കുക? ലോകം കഷ്ടപ്പെടുകയാണ്. ഇസ്രായേലൊക്കെ അവിടെ കഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈ ജിഹാദി ഈ പറയുന്ന ഒരു സാധനം തന്നെയാണ്. ഈ പറയുന്ന ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുക, അതിന് ഇസ്ലാമിക രാഷ്ട്രമാക്കുക. അവർ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ വഖഫ് ഭൂമിയാണ് എന്നാണ് അവർ പറയുന്നത് പോലും. എന്ന് പറയുമ്പോൾ ഓരോ രാജ്യവും നിങ്ങൾ എടുക്കുക, ബംഗ്ലാദേശിൽ നടക്കുന്നതായാലും പാകിസ്ഥാനിൽ നടക്കുന്നതായാലും ലോകത്ത് എവിടെ നടക്കുന്നതായാലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മതം ഭീകരത തന്നെയാണ്. അത് നമ്മൾ ഈ മിഷൻ 2047 എന്ന് പറയുന്ന ഡോക്യുമെന്റ് അവർ കൃത്യമായി എഴുതി വെച്ചത് നമ്മുടെ കയ്യിലുണ്ടായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു ചർച്ചയ്ക്ക് പോലും വഴി തുറന്നിടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം നമ്മൾ പിന്നെ എങ്ങനെയാണ് ഇതില് നേതാക്കളുടെ കാര്യം പോട്ടെ, ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നേതാക്കൾ അത് അത്തരത്തിൽ പൊതുചർച്ചയ്ക്ക് വയ്ക്കരുത്, പൊതുചർച്ചയ്ക്ക് വരരുത് എന്ന് വളരെ കൃത്യമായി നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ PR ശിവശങ്കറിലേക്കാണ് പോകുന്നത്. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ നമ്മൾ ഈ ആന്റണിയുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു. നേരത്തെ നോക്കൂ, ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ മോദിജി വിളിച്ച ഒരു വിരുന്നിൽ പങ്കെടുക്കുകയാണ്, രാത്രി ഭക്ഷണത്തിന് പോയി പങ്കെടുക്കുകയാണ്. അതിനെതിരെ എത്ര വലിയ വിമർശനമാണ് ഇരു മുന്നണികളിൽ നിന്നും ഉയർന്നത്, സ്വന്തം പാർട്ടിയിൽ നിന്നും ഉയർന്നത് NK പ്രേമചന്ദ്രനെതിരെ. ഇപ്പോൾ ആന്റണി ഇത്തരത്തിൽ SDPIയുടെ ലഡു വാങ്ങി കഴിക്കുമ്പോൾ അത് റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല, വിമർശനമില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നീലിമ, ഞാൻ നീലിമയുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ കോ പാനലിസ്റ്റ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് പറഞ്ഞ ഈ
2047 ഭീകരത, സത്യത്തിൽ ഞാനടക്കമുള്ള ആളുകൾ അത് വായിച്ചിരുന്നില്ല. പലപ്പോഴായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ജന്മഭൂമിയിലും ജനത്തിലും പോലെ വന്നിരുന്ന ഡേറ്റ് മാത്രമേ ഞാനും വായിച്ചിട്ടുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ വായിച്ച് പഠിക്കുവാനും അത് എങ്ങനെയാണ് ജനങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്, രാജ്യത്തിനെ തന്നെ എങ്ങനെയാണ് അപകടകരമായ വിധം അത് ഭാവിയിൽ അത് സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഗതികേടിലേക്ക് ആക്കുവാനും പോകുന്നത് എന്ന കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും പഠിക്കുകയും അതിനെക്കുറിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം എന്ന് ഞാൻ വാക്കുവരുന്നു. കാരണം അതിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞത് തന്നെ ആ 2047 ഡാറ്റയാണ് ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ടാക്കുവാനായിട്ട് PFI ഒക്കെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം വളരെ ചെറിയ കാര്യങ്ങൾ വരെ എങ്ങനെ ആക്രമിക്കപ്പെടണം, എങ്ങനെ അവരുടെ വീടുകളും ഓഫീസുകളും കണ്ടെത്തണം, അതിനിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ജുഡീഷ്യറിയും അവരുടെ പോലീസ് സംവിധാനവും എല്ലാം അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് അതിനു വേണ്ടിയിട്ട് വലിയ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല. സർക്കാർ തന്നെ സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ നമ്മളുടെ ടാക്സിന്റെ ചെലവിൽ അത് എത്തിച്ച് അവരുടെ കയ്യിൽ കൊടുക്കുന്നു എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭീതിയോടെ മാത്രമേ, വളരെ ഭീതിയോടെ മാത്രമേ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റിനെ കുറിച്ചും അവരുടെ ഭാവി പ്രവർത്തനത്തിന്റെ രൂപരേഖകളെ കുറിച്ചും വായിക്കുന്ന ആർക്കും മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നീലിമ പറഞ്ഞ കാര്യത്തിൽ കിടക്കുന്നു. ആന്റണി ഒരു ചെറിയ മീനല്ല. ആന്റോന്റെ ഈ ഇന്നത്തെ ലഡു വിതരണവും അതിന്റെ റീലും എനിക്കതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. കാരണം ആന്റോയുടെ ചരിത്രം മനസ്സിലായാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ആന്റണിക്കും SDPയുമായിട്ടുള്ള ബന്ധം വളരെ വർഷങ്ങളായി തുടങ്ങിയതാണ്. അത് നമുക്കറിയാം. ഈരാറ്റുപേട്ടയിലെ ഫാദർ ജോസഫ് ആറ്റുചാലിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ അവിടെ ആ പള്ളിയിൽ വെച്ചിട്ട് സെന്റ് മേരീസ് ഫൊറോന ചർച്ചിൽ വെച്ചിട്ട് വലിയ രീതിയിൽ ഏതാണ്ട് 3-4 കാറുകളും 50ഓളം ബൈക്കുകളും വന്ന് അവിടെ കാണിച്ച പേക്കൂത്തുകളും അതിനെ അദ്ദേഹം എതിർത്തപ്പോൾ ഇടിച്ചു കൊല്ലുവാൻ ശ്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരൊറ്റ തവണ പോലും അവിടുത്തെ MP ആന്റണി അവിടെ സന്ദർശിക്കുകയോ അതിനെതിരായി ശക്തമായി വാക്കുകൾ പറയുകയോ ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ അത്തരത്തിൽ അതൊരു പ്രകടനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ 100-1 ഒരു RSSO BJPയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കാവ്യ മുണ്ടെടുത്താരെങ്കിലുമാണ് ആ സൈഡിൽ കൂടെ പോയി ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ കേരളത്തിലെ ഒരു നൂലാമാലകൾ? ഏതെങ്കിലും രാജ്യത്ത് സംസ്ഥാനത്ത് എത്തരത്തിലുള്ള പ്രവർത്തനം നടന്നാൽ കേരളത്തിൽ നിരന്തരം പ്രകടനം നടക്കുകയും CPM കോൺഗ്രസും നിരന്തരം അത് ചാനലുകളിൽ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷെ ഈ സംഭവം നടന്നപ്പോൾ അവിടെ അതിനുശേഷം സംസ്ഥാന വ്യാപകമായി പള്ളിയിലൊക്കെ വലിയ പ്രാർത്ഥന, പാലാരൂപതയിലും സംസ്ഥാനത്താകമാനവും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അറസ്റ്റ് ചെയ്തില്ല, ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തില്ല, ക്യാമറയിൽ പതിഞ്ഞിട്ട് പോലും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരിക്കൽ പോലും പോയില്ല, അതിനെതിരെ പ്രതിഷേധിച്ചില്ല, അതിനെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരിക്കലും അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, ഈ ഈരാറ്റുപേട്ടയിൽ തന്നെ ഒരു റവന്യൂ ഭൂമി ഉണ്ടായിരുന്നു. ആ റവന്യൂ ഭൂമിയിൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിൽ IBയുടെ ഓഫീസ് അടക്കം തുടങ്ങണം. കാരണം അവിടെ വലിയ രീതിയിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാവേർ പ്രവർത്തനമായാലും മറ്റു തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിന്റെയും കണ്ണികളും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭീകര പ്രവർത്തനം നടത്തിയിട്ട് ഈ പറയുന്ന ഈരാറ്റുപേട്ടയിലും അതുപോലെ തന്നെ വാഗമൺ അതിന്റെ ചുറ്റുമുള്ള പല ഭാഗങ്ങളിലും അവർ വന്ന് തമ്പടിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ സ്ഥലം വേണമെന്ന് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ ഭൂമി പോലീസിനും IBക്കും കൊടുക്കാതെ വലിയ രീതിയിൽ അതൊരു റവന്യൂ ടവറാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമവും ശ്രീ ആന്റണിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആന്റണിയുടെ ഇതല്ലാണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ടാവും, അവർക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയായിരിക്കും. ഇത് ഞാൻ സൂചിപ്പിച്ചത് ഈ വ്യക്തി കുറെ നാളുകളായി SDPയുടെ പെയ്ഡ് സ്റ്റാഫോ അല്ലെങ്കിൽ അവരുടെ ഒരു മാനസപുത്രനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് ആ തരം പ്രവർത്തനത്തിലും യാതൊരു പുതുമയും കാണാൻ പറ്റില്ല. കാരണം ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും SDPയും CPMുമായിട്ട് ഒരുമിച്ച് ഭരിക്കുന്നുണ്ട്, കോൺഗ്രസുമായിട്ടും ഡയറക്റ്റ് ബന്ധമുണ്ട്. ഡയറക്റ്റ് കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഈ കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്? ഡയറക്റ്റ് ആയിട്ട് SDPയെ നടത്തിക്കൊണ്ട് കോൺഗ്രസിന് ചെയ്തില്ലേ? അത് ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. അന്ന് അവിടുത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായി, മൈസൂരിൽ നിന്ന് തോറ്റ ഒരു നേതാവുണ്ടല്ലോ M ലക്ഷ്മണ, അദ്ദേഹം പരസ്യമായി ചാനലുകളോടൊപ്പം പറഞ്ഞില്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് SDPI ഈ പറയുന്ന മൈസൂർ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പല സ്ഥലത്ത് നിന്നും പിന്മാറിയത്, അങ്ങനെയാണ് അവർ ജയിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് കടപ്പാടുണ്ട് എന്ന് പരസ്യമായി അന്നത്തെ കന്നഡ ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ രഹസ്യമായിട്ട് അവിടുത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കളും സംസാരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ തിരഞ്ഞെടുപ്പിൽ മറ്റേ
അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ SDPIയും കോൺഗ്രസും കൂടി ചേർന്നാണ് മത്സരിച്ചത്. അപ്പോൾ ഈ രാജ്യത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് കോൺഗ്രസ് 10 വോട്ടിന് വേണ്ടി ചെയ്തത്. പക്ഷേ നമുക്കറിയാം, വയനാട് മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചപ്പോൾ അന്ന് രാജ്യത്താകമാനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ എന്തെങ്കിലും മോശമായി അല്ലെങ്കിൽ അത് ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ കൊടി മാറ്റിവെച്ചു. എങ്കിലും SDPയുമായി മറ്റെല്ലാ ദിക്കിലും എന്ന പോലെ ഈ കേരളത്തിലും CPMും കോൺഗ്രസും ആന്റണിയും ലക്ഷ്മണയും സിദ്ധരാമയ്യയും അടക്കം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവർക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്ന പാപ്പരത്വവും അതിൽ നിന്ന് ഒരു SDPI മുസ്ലിം വോട്ടുകൾ നേടിയെടുക്കുവാൻ അവർ നിരന്തരമായി ഇത്തരം തീവ്രവാദ ശക്തികളുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോൺഗ്രസ് ഇവരുടെ അടിമകളായി മാറിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലും വലിയ രീതിയിൽ ഇവിടുത്തെ മത തീവ്രവാദ ശക്തികളെ എതിർക്കുകയും മതേതര ശക്തിയാണെന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച പോലീസ് ഓഫീസർ നിരന്തരം പറഞ്ഞിരുന്നത്, ഈ മകനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് മർദ്ദിക്കുമ്പോൾ മാഷ് എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും അവസാനം പറയേണ്ടി വന്നത്, നിന്റെ പെങ്ങളെയായിരിക്കും ഇനി ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക, അവളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കില്ല, നിന്റെ മുൻപിൽ നഗ്നയായി നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുകയും അദ്ദേഹത്തെ നിരന്തരമായി മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് അത് അവിടെ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നതൊക്കെ. അതിനുശേഷമുള്ള മർദ്ദന മുറകളും നമ്മൾ കണ്ടു. അന്ന് ആരായിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആരായിരുന്നു ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും? ആഭ്യന്തരമന്ത്രിയുടെ പിന്തുണയല്ലേ ഇതൊക്കെ നടന്നത്. ഇപ്പോഴും നമുക്കറിയാം നിർമ്മല കോളേജില് അവിടെ എങ്ങനെയാണ് അതും ന്യൂനപക്ഷമല്ലേ, ആ ന്യൂനപക്ഷത്തിന്റെ കോളേജുകളിൽ തങ്ങൾക്ക് നിസ്കരിക്കാനുള്ള മുറി വേണമെന്നും അങ്ങനെ ഒരു 10 ദിവസം നിസ്കരിച്ചാൽ അതെങ്ങനെയാണ് വഖഫ് ഭൂമിയാകുക എന്നുള്ളതുള്ള ചരിത്രം നമുക്കറിയാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ തീവ്രവാദ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇതിന് താല്പര്യമുള്ളത്. മറ്റവർക്ക് അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ ആ വിഭാഗത്തിനെ പോലും ഭയന്നുകൊണ്ട് അവരുടെ വോട്ടിനു വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, അത് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളോട് 1965 മുതൽ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് അടിമകളായി നിന്നതെന്നുള്ളതും ഇപ്പോഴെങ്ങനെയാണ് ഡയറക്റ്റ് തീവ്രവാദികളുടെ മുന്നിൽ ഇവർ മുട്ടുകുത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് നിരന്തരം വരുന്നത്. അതുകൊണ്ട് ആന്റണി എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. അത് ആദ്യത്തെയോ അവസാനത്തെയോ ഒരു വ്യക്തിയോ സംഭവമോ അല്ല. ഇത് കാണുന്നത് കോൺഗ്രസിന്റെ DNA-യിൽ, കോൺഗ്രസിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെയും അതുപോലെ തന്നെ കുന്തിരിക്കവും അവിലും മലരും സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച സംഘടനയുടെ ഒക്കെ DNA, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും DNA, ഇതിലൊക്കെ ഈ തീവ്രവാദമുണ്ട്. ആ തീവ്രവാദത്തിനാണ് ഇവിടെ LDFും അതുപോലെ തന്നെ UDFും ഈ നിലമ്പൂർ വെച്ചിട്ട് റെഡ് കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് അവരെ, ഈ തീവ്രവാദ പ്രവർത്തകരെ, അല്ലെങ്കിൽ ഈ കേരളം ഇതുവരെ ഭയന്നിരുന്ന, കേരളം ഇതുവരെ മാറ്റി നിർത്തിയിരുന്ന ഈ തീവ്രവാദ ശക്തികളെ മതേതര കേരളത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച് ഇവർ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ രൂക്ഷമായ ഗതികേടാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. ഒരു സംശയവുമില്ല, അതിനെ ശ്രീ ആന്റണിയും ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നത് മാത്രമാണ് സത്യം. ആ റെഡ് കാർപ്പറ്റ് അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജന ഡിബേറ്റ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. സജീവനിലേക്കാണ് പോകുന്നത്. ശ്രീ സജീവൻ, PR ശിവശങ്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ നിലമ്പൂര് ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നതിനുള്ള ഒരു വലിയ കാർപ്പറ്റ് വിരിക്കലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിനും വളരെ മുമ്പ് തന്നെ കോയമ്പത്തൂർ ഭീകരാക്രമണ കേസിലെ പ്രതി, ഒട്ടനവധി ഭീകരവാദ കേസുകളിൽ പ്രതിയായ അബ്ദുൽ നാസർ മദനിയെ തോളോട് തോൾ ചേർന്ന് പിണറായി വിജയൻ സ്വീകരിച്ചിരുത്തുന്നത് നമ്മൾ മലപ്പുറത്ത് കണ്ടു. ഒരുപക്ഷെ അന്ന് മുതലാകാം ഇത്ര വലിയ പ്രീണനം, ന്യൂനപക്ഷത്തോട് ഇത്ര വലിയ പ്രീണനം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്ന രീതിയിൽ രൂപം കൊണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് നിലമ്പൂരിലെത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് കേരളം ഈ അവസ്ഥയെ മറികടക്കുക? ഇനി കേരളത്തിന് അത്തരമൊരു അവസ്ഥയെ മറികടക്കാനുള്ള കെൽപ്പുണ്ടോ? പ്രശ്നമല്ല. സത്യത്തിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന പോലും ന്യൂനപക്ഷങ്ങളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യമോ അവരോടുള്ള സഹതാപമോ അല്ലെങ്കിൽ അനുതാപമോ ഒന്നുമല്ല. ഇത് വോട്ടാണ്.
നിലമ്പൂരിൽ വോട്ട് കിട്ടി ജയിക്കാൻ ഏതൊക്കെ ആളുകളുടെ പിന്തുണ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്, അവരുടെ ആദർശങ്ങളുണ്ട്. അത് ജനങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ള അവകാശമുണ്ട്. ഓരോ പാർട്ടിയും അവരുടേതായിട്ടുള്ള പ്രകടന പത്രിക വെച്ച് മുന്നോട്ടേക്ക് പോകും. പാർട്ടി വേണം മുന്നണിയായി നിൽക്കുമ്പോൾ പോലും ഒരുമിച്ച് കൂടാവുന്ന ഒരേ ആശയത്തിലോ അല്ലെങ്കിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള ആശയങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഒരുമിച്ച് കൂടാം. അവരുടേതായിട്ടുള്ള പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പാകെ വെക്കാം. അങ്ങനെയുള്ള പോരാട്ടത്തിൽ ആർക്കാണോ ജയമുണ്ടാവുന്നത് അതാണ് ശരിയായിട്ട് വേണ്ടത്. പക്ഷേ ഇവിടെ തന്ത്രപൂർവ്വം ജയിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രഹസ്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാക്കുന്നു, രഹസ്യമായിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി പോലും അവകാശപ്പെടാത്ത രൂപത്തിൽ അവരെ വെള്ളപൂശുന്ന രൂപത്തിലേക്ക് സതീശനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് വോട്ട് കിട്ടാനാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളത് അത് അവരുടെ പ്രശ്നമാണ്. അവര് ഉപേക്ഷിച്ചാലും ഉപേക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് അത് പറയാം, ഞങ്ങൾ ഇന്നതാണ്, മൗദൂദി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നു അല്ലെങ്കിൽ നടപ്പാക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ അത് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മതേതര പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാള് അത് പറയുമ്പോഴാണ് പ്രശ്നം. ഇതിന് കാരണം ഈ താൽക്കാലികമായിട്ട് വിജയം ഉണ്ടാവുക. ഇപ്പൊ സതീശനെ പറയുമ്പോൾ ഉണ്ടാവുന്ന അദ്ദേഹത്തിന്റെ മുകളിൽ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നിലമ്പൂരിൽ ജയിക്കണം എന്നുള്ളതാണ്. ഇത് LDFന്റെ കാര്യത്തിലാണെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നമുണ്ട്. അവനവന്റെ രാഷ്ട്രീയ ഐഡിയോളജി ജനങ്ങളുടെ മുമ്പാകെ വെക്കുക, തങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പാകെ വെക്കുക. ആ രീതിയിലാണ് പോകേണ്ടത്. ഇനിയും രക്ഷയുണ്ട്. താങ്കൾ പറഞ്ഞതിനും മോചനം ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് മോചനം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കാവുന്ന കാര്യം, ഒരു നിമിഷം കൊണ്ട് നടക്കാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഇനി മുതൽ ഞങ്ങളുടെ ഐഡിയോളജി വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രകടന പത്രിക വെച്ചുകൊണ്ട് മാത്രം ജനങ്ങളോട് വോട്ട് പിടിക്കും എന്ന് തീരുമാനിച്ചാൽ മതി. പക്ഷേ അതാര് തീരുമാനിക്കുമെന്നതല്ലേ വിഷയം. ശ്രീ PR ശിവശങ്കർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മറച്ചു വെക്കുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും മറച്ചു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്തത്, കുറച്ച് ചർച്ച ചെയ്യാത്ത കാര്യം, കേരളത്തിലെ വർഗീയ കലാപങ്ങളുടെ ഒരു രീതി എടുക്കൂ. അത് മാറാടായാലും മട്ടാഞ്ചേരിയായാലും പൂന്തുറയായാലും അത്തരം കലാപങ്ങളെ ഇന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് ആർക്കാണെന്നും ആർക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതെന്നും ആരും പറയുന്നില്ല. അതുപോലെ തന്നെ AK ആന്റണി ഒരൊറ്റ കാലഘട്ടത്തിൽ മാത്രം പറഞ്ഞ സത്യം, ഇവിടെ എങ്ങനെയാണ് മതന്യൂനപക്ഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നേടുന്നത് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് 80-20 എന്നുള്ള രീതിയിൽ ബിഷപ്പുമാരൊക്കെ പറഞ്ഞതുപോലെ ഒരു വിഭാഗം, ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗം മാത്രം എങ്ങനെയാണ് ന്യൂനപക്ഷത്തിന്റെ തന്നെ അത് ബഹുഭൂരിപക്ഷമായ ഒരു വിഭാഗം അതിലെ 80% നേടിയെടുക്കുന്നത് എന്നും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി ഒരു വിഭാഗത്തിന്റെ ഒരു അജണ്ട മാത്രം നോക്കുന്നു. സാധാരണ പറയാറുണ്ട്, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം, നിങ്ങളെ ആരാണ് ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആരെയാണ് ഭയക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആരെയാണ് വിമർശിക്കാൻ ഭയം, ആ വിമർശിക്കാൻ ഭയമുള്ളവരാണ് നിങ്ങളെ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളും ദാസ്യവേല ചെയ്യുന്നവരായി സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികൾ മാറുമ്പോൾ മറിച്ചെന്താണ് കേരള സമൂഹത്തിൽ പ്രതീക്ഷിക്കേണ്ടത് എന്ന വലിയ ചോദ്യമാണ് ജനൻ ഡിബേറ്റ് ഈ ഘട്ടത്തിൽ ഉയർത്തിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.